അറബിക്കഥകളിൽ വെച്ച് ഏറ്റവും പ്രചാരം നേടിയിട്ടുള്ളൊരു കഥയാണ് മുക്കുവനും ഭൂതവും. മണലാരണ്യങ്ങളുടെ മായാലോകത്തിലെ ആ സങ്കല്പ കഥാപാത്രങ്ങളെ 20-ാം നൂറ്റാണ്ടിന്റെ കുപ്പായമണിയിച്ച് ജീവിതഗന്ധിയായ ഒരു സാമൂഹ്യ കഥയിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. സങ്കല്പങ്ങളും യാഥാർത്ഥ്യങ്ങളും തമ്മിൽ കോർത്തിണക്കുമ്പോൾ ഔചിത്യം പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടു എന്ന് വരാം. പാളിച്ചകളും പാകപ്പിഴകളും സദയം ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുക. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പോലെ ഒരു ക്യാച്ച് ഈ അടുത്ത കാലത്ത് എങ്ങും ഉണ്ടായിട്ടില്ല. വെരി ഗുഡ്. ചരക്കിന്റെ ഏറിയ പങ്ക് നമുക്ക് തന്നെ കിട്ടണം. പക്ഷേ ചരക്കിന് വിലയൽപ്പം ചൂടാണ്. കൂടുതൽ വില കൊടുത്തെടുക്കാൻ വേറെ ആൾക്കാരുണ്ട്. സാരമില്ല, അടുത്ത ആഴ്ച നമുക്ക് ഷിപ്മെന്റ് ആണ്. അതുകൊണ്ട് റെഡി ക്യാഷ് കൊടുത്ത് മുഴുവൻ ചരക്ക് നമുക്ക് തന്നെ എടുക്കണം. ചരക്ക് കൂടിപ്പോയാലും സംഗതി പൗളാന്നേ മുതലാളി. കൃഷ്ണൻകുട്ടി, നമ്മുടെ പുതിയ ഫ്രീസിംഗ് പ്ലാനിന്റെ പേപ്പറുമായിട്ട് സ്ഥലത്ത് വരാൻ എഞ്ചിനീയർക്ക് ഒന്ന് ഫോൺ ചെയ്യണം. ഓക്കെ സാർ. നിങ്ങൾ തർക്കിക്കണ്ട, 450 രൂപ കുറച്ച് തരത്തില്ല. നിങ്ങളങ്ങനെ കടുംപിടുത്തം പിടിക്കാതെ ഇത് നാരനാ, കമ്പനി കൊണ്ട കൊടുത്ത ഇഷ്ടം പോലെ കാശ് കിട്ടും. മുതലാളിമാർക്ക്
ചരക്ക് എവിടെ നിന്നും കിട്ടും? ഞാനും 10-35 പെണ്ണുങ്ങളെ വെച്ച് ഫീലിംഗ് നടത്തുന്നവരാ. നിങ്ങളെ പോലുള്ളവർ തന്നില്ലെങ്കിൽ എനിക്ക് ചരക്ക് എവിടെ നിന്ന് കിട്ടും? അതൊരു കാര്യം ചെയ്യും, ഒരു 25 രൂപ കൂടെ കുടിച്ചു. ഇതൊന്നും പറഞ്ഞ് നടക്കില്ലെന്നേ. അങ്ങനെ വാച്ച് പിടിക്കാന്നേ, വാന്നേ. ചെക്ക് ഒപ്പിട്ടില്ല. ഇപ്പോഴാണ് ഓർക്കുന്നത്. ബാങ്ക് സമയം കഴിഞ്ഞില്ല. ഇത്ര നേരം എന്തൊക്കെയായിരുന്നു? ഞാന് പിള്ളേരെ കഴിയില്ല ബിസിനസ്. നേരെ നോക്കാൻ വേണ്ടി വീട്ടിൽ പോയിരുന്നു. വീട്ടിൽ പോയിരുന്ന എങ്ങനെയാച്ചാ ഇതൊക്കെ പഠിക്കുന്നത്? നീ ഈ പ്ലാനിൽ വരാൻ പറഞ്ഞിട്ട് വർഷം കണ്ടായില്ലേ? എന്നിട്ട് എന്ത് പഠിച്ചു? കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാമെച്ചാ. എന്നാ കണ്ട് ചെയ്യാത്തത് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങണം. അച്ഛൻ ഒരു ഉൾപ്പെട്ടിയെ പോലെ ചാടി കടിക്കാൻ പേടിപ്പിക്കില്ലല്ലോ. എടാ, ഞാൻ നിന്നെ പേടിപ്പിക്കുന്നതിനാ. നീ നന്നാവാൻ വേണ്ടി. എടാ, എന്റെ കാലം കഴിഞ്ഞ ഈ പ്ലാൻ ഒക്കെ നോക്കേണ്ട നീയല്ലേ? ചെക്ക് ബോട്ട് എടുത്തിട്ട് നാളെ കൊടുത്താൽ മതി. അയ്യോ, ഒരു മഴ കഴിഞ്ഞു. അയലത്തുകാർ തേങ്ങ ഉടയ്ക്കുമ്പോൾ നമുക്ക് ചിരട്ടയെങ്കിലും ഉടയ്ക്കാൻ വേണം. ഓരോരുത്തർ ബോട്ടെ പോയി കൈ നിറച്ച് കാശും കൊണ്ട് വരുന്ന കാണുമ്പോ ചങ്കയാവുന്നു. നിങ്ങളെ പോലെ പണ്ട് ബോട്ടെ പോയിരുന്നവരല്ലേ അവരുമൊക്കെ? എന്നാ നീ അമ്മയോട് കൊടുക്കടി, എന്റെ കൊടുത്തേക്കേ പറ്റൂ. ഉത്തരം മുട്ടുമ്പോ വായി വരുന്നത് വിളിച്ചു പറഞ്ഞാ പോരാ. നാടോടുമ്പോ നടുവേ ഓടണം. ആ പഴഞ്ചൻ കൊച്ചുവെള്ളം കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ? ഇപ്പൊ കിട്ടും ആനമുട്ട. മറ്റുള്ളവരെ പോലെ നിങ്ങൾക്ക് ബോട്ടെ പോയാൽ എന്താ മനുഷ്യനെ? എനിക്ക് മനസ്സില്ലടി, ഈ ബോട്ട് നിന്റെ അമ്മയുടെ തലയൊക്കെ ഇന്നലെ വന്നതാ. അതിന് മുമ്പ് ഈ കടപ്പുറത്ത് മുക്കുവന്മാർ താമസിച്ചിരുന്നു. പണ്ട് മുതൽ ഈ കടപ്പുറത്തുള്ള ഇലവ് വെള്ളം അത് വിട്ടിട്ട് ഞാൻ ഒരുത്തന്നെ പറയാൻ പോയില്ലടി. നിങ്ങളുടെ ഈ പിടിവാശി കളയാതെ നിങ്ങൾ കൊള്ളം പിടിക്കത്തില്ല. നോക്ക് ഒറ്റ വീക്കം വെച്ചിരും. ഓ പിന്നെ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തെങ്കിൽ വീക്കേറ്റാ മതിയല്ലോ. എന്തിനാ അച്ഛനോട് വഴക്ക് പിടിക്കാൻ പോകുന്നത്? പാടി കിടന്ന് ചീഞ്ഞ് മീനും കൊണ്ട് കിടന്ന് വല്ലവന്റെ വായിരിക്കുന്ന കേൾക്കുന്ന ഞാനാ. നാളെ മുതൽ അമ്മ അച്ഛൻ എങ്ങും പോകണ്ട. എനിക്ക് കിട്ടുന്ന കൂലിയുണ്ട്, ഉള്ള പോലെ കഴിയാം. അവരൊരു ശമ്പളക്കാരി നടക്കുന്നു. എടി നിന്റെ ഗുണവധികാരം കൊണ്ട് ആണ്ടി പള്ളിക്കുടത്തി പോകാൻ പറ്റാതെ ചെമ്മീനുള്ള നടക്കേണ്ടി വന്നത്. നീ അതുവോ വലിയ നീളത്തിലങ്ങ് വർത്താനം പറഞ്ഞേച്ചാ മതിയല്ലോ. ആണ് പെണ്ണോട്ടി ഒന്നല്ലേ ഉള്ളൂ. 10ാം ക്ലാസ് വരെ എന്നെ പഠിപ്പിച്ചോ. കലയും വലയും വളർന്ന പെണ്ണിനെ ചെമ്മീനുള്ളാൻ അയച്ചിരിക്കുന്നു. അവളെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നിനക്ക് കുറച്ചിലാണെങ്കിലേ നിന്റെ കൊമ്പ താങ്ങലില്ലേ അവന്റെ മാറിലോട്ട് ചെല്ലു. ആരെങ്കിലും പറ്റി അക്രം ഉണ്ടാക്കുന്ന കാണുമ്പോ എന്തിനായിട്ട് അസൂയ? അസൂയ തന്തയ്ക്കാ. എന്റെ തന്തയ്ക്ക് പറഞ്ഞുണ്ടല്ലോ. ഞാനും പറയും. എന്താ പിടിച്ചില്ലേ? പിടിച്ചു. ഇതാര് മേടിക്കാനാ? മറ്റുള്ളവരുടെ വഴക്ക് കേട്ടില്ല ഞാനാ. എനിക്കോ ഈ ചീഞ്ഞ മീനും കൊണ്ട് പോയാൻ? നിനക്ക് വിൽക്കാൻ വയ്യെങ്കിൽ പിന്നെ കടലിലെത്തെറിഞ്ഞോ? അതിന് എന്നോട് എന്തിനാ കോപിക്കുന്നത്? നേരം പരവരാ വിളിക്കുമ്പോ ബോട്ടുകാരുടെ മീൻ ചന്തയിലെത്തും. പിന്നെ അവർക്ക് എന്തിനാ ചീഞ്ഞ മീൻ? കൊച്ചുവെള്ളത്ത് പോയി വെളുക്കുന്നവരെ ചൂണ്ടിട്ട് പിടിക്കുന്ന മീനാ. അത് ചിലപ്പോ ചീഞ്ഞെന്നിരിക്കും. വേന എടുത്തോണ്ട് പോയടി. അവരുടെ അമ്മയുടെ ഒരു തുലിഞ്ഞ വർത്തമാനം. ഓണം പിടിക്കത്തില്ല. മുടിഞ്ഞ കാല. എനിക്ക് വയ്യതും കൊണ്ട് പോകാൻ. ഇനി ചീഞ്ഞ മീൻ കൊണ്ട് എന്ന് വന്നോണ്ടേ വായിരിക്കുന്ന ഒക്കെ ഞാൻ കേൾക്കണം. ഞാൻ പറഞ്ഞ നീ അനുസരിക്കില്ലല്ലേ? എന്താ ഏട്ടാ? എന്താണെന്നോ? നീ മീൻ കുട്ടുന്ന നാട് നിലവിറങ്ങുന്ന എന്നെ അവമാനിക്കലല്ലേ? എനിക്ക് ഈ നാട്ടിൽ തലവൃത്തി ഇറക്കണ്ടേ? ജീവിക്കാൻ വേണ്ടി ഞാനൊരു തൊഴിൽ ചെയ്യുന്നു. അതിന് ചേട്ടൻ ഇത്ര കുറച്ചിൽ വരേണ്ട കാര്യം എന്തുവാ? കേശവനോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാണ് എന്റെ കമ്പനിയിലോ ബോട്ടിലോ വന്ന് നിൽക്കാൻ. അവൻ വന്നോ? അവൻ വരില്ലടി. ഞാൻ കഷ്ടപ്പെട്ട കുറെ കാശുണ്ടാക്കിയതിൽ നിനക്കൊക്കെ അസൂയയാണ്. അല്ലേ, ഇത് നല്ല കൂത്ത്. ചേട്ടൻ കാശുണ്ടാക്കുന്നതിന് ഞങ്ങൾ എന്തിനാ അസൂയപ്പെടുന്നത്? അല്ലെങ്കിൽ പിന്നെ എന്താണ് ഇതിനർത്ഥം? അച്യുതമ്മയുടെ പെങ്ങളാണ് മീൻകാരിച്ചിരുതെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കണം. ചേട്ടൻ അത്ര കുറച്ചിലാണെങ്കിലേ ഞാൻ ചേട്ടന്റെ പെങ്ങളാണെന്ന് ആരോടും പറയണ്ട. പക്ഷെ നാട്ടുകാർക്കെല്ലാം അറിയാമടി. നീയോ ഒരു പോക്കായി ഒരു പെണ്ണുള്ളതിനെ കൂടി നശിപ്പിക്കാനായിരിക്കും ആ ലോപ്പസിന്റെ ഷെഡിൽ ചെമ്മീൻ നുള്ളാൻ വിട്ടിരിക്കുന്നത്. അവൾക്കിപ്പോ എന്താ പറ്റി? വയറ്റിലുണ്ടായി പോയോ?
താമസിക്കാതെ അതും ഉണ്ടാവൂടി. ഉണ്ടായാലേ ഞങ്ങൾ അങ്ങ് സഹിച്ചോളാം. അവളെ വിളിച്ചോണ്ട് ചേട്ടന്റെ മാളികയിലോട്ട് വരുന്നില്ല. ആ ഇരപ്പാളിയുടെ കൂടെ അല്ലേ സഹവാസം, പിന്നെ എങ്ങനെ നന്നാവാനാ? ചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ ചേട്ടന്റെ കൂടപ്പുറപ്പാ. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. പക്ഷെ എന്റെ കെട്ടിയനെ എന്തെങ്കിലും എവകടായിട്ട് പറഞ്ഞാൽ എനിക്കത് സഹിക്കത്തില്ല. എന്റെ വിധം അങ്ങ് മാറും പറഞ്ഞേക്കാം. കാശും കുത്തനും ഒക്കെ ഉണ്ടെങ്കിൽ കയ്യിലിരിക്കട്ടെ. ആ ഹുങ്ക് എന്റെ അടുത്ത് വേണ്ട. ചൂടപ്പവും കോഴി എടുക്കട്ടെ. ഒരു കട്ടൻ കാപ്പി. അപ്പവും കോഴി ഒരു പ്ലേറ്റ്. മുതലാളിക്ക് ഒരു ബ്രൂ കാഫി ഗ്ലാസ് മറ്റേ കഴുകി എടുക്കണം. ഇവിടെ ബ്രൂ ഒന്നുമില്ല. വേണമെങ്കിൽ ഒരു പാൽ കാപ്പി തരാം. പാൽ കാപ്പിയോ? എന്റെ മുതലാളിക്കോ? അതിന് വേറെ ആളിനെ നോക്ക്. ഒരു കട്ടൻ കാപ്പി ചോദിച്ചിട്ട് കിട്ടിയില്ല. തനിക്ക് കട്ടൻ കാപ്പി കഴിക്കാനുള്ള നേരമായത്. 15 പൈങ്ങായും കൊണ്ട് വന്നിരിക്കുന്നു നിനക്കെടുത്താൻ. പോയി ആളൊക്കെ ഒഴിച്ചിട്ട് വാ. താൻ എന്തോന്നാ പറഞ്ഞേ? ആളൊഴിഞ്ഞിട്ട് വരാനോ? താൻ ആരോടാ സംസാരിച്ചെന്നറിയാം? എന്റെ മുതലാളിയുടെ അളിയനാ. ഒരു പാൽ കാപ്പി ഒഴിച്ചോട്, കാശ് ഞാൻ തരാം. നീ ആരാ എനിക്ക് കാപ്പി കഴിച്ചത്? എന്നെ പട്ടി വരുന്നില്ല കാപ്പി കുടിക്കാൻ. ഇപ്പോഴെങ്കിലും ഇരിക്കുന്നു. അയാളൊരു പവള. അല്ല, അയാളെ എന്തിനാ കുറ്റം പറഞ്ഞ? 12 കാലം പട്ടിയുടെ വാല് കുഴലി ഇരുന്നാലും പളഞ്ഞേരിക്കും. കേശവ, വിശക്കുന്നടാ, വല്ലതും താ. എന്റെ കയ്യിൽ ആകെ 15 പൈസയുണ്ട്. ഇത് കൊണ്ടുപോയി കാപ്പി കുടി. ദൈവം നിനക്ക് നല്ലത് വരുത്തട്ടെ. കൊച്ചമ്മേ, 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 ദാ വരുന്നു. ഇത് എന്തായാലും ഇത്ര താമസിച്ചത്? ഓ, ഒന്നും പറയണ്ട കൊച്ചമ്മേ. വെള്ളം വരെ ഇത്തിരി താമസിച്ചു പോയി. കാശ് ഞാൻ വന്നിട്ട് വാങ്ങിച്ചോളാം. ശരി. ഓഫീസ് ഇവിടെ ആയിട്ട് വരും. അപ്രോച്ച് റോഡ് ഇതിലേക്ക്. റീസൺ പ്ലാനിന്റെ പ്ലാൻ കൊള്ളാം. ഈ സ്ഥലത്തിന് പറ്റിയത്. ആട്ടെ, ഇതിനെ സാറേ, ഇതിനെന്ത് തുക വരും? 50 ലക്ഷം എസ്റ്റിമേറ്റ്. അല്പമെങ്കിലും കൂടുന്നതല്ലാതെ കുറയില്ല. അല്പമായാലും അധികമായാലും കൂടുന്നത് പൗളാണ്. നീ ഒരാളാണ് സാറേ. എന്ത് ചെലവ് വന്നാലും ശരി, ഇതായിരിക്കണം ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്ലാൻ. ശരി ശരി, കാര്യങ്ങൾ കിടക്കട്ടെ. ഇഷ്ടംകുട്ടി, ചേട്ട കാർ കൊണ്ടാക്കും. വരണം. അവനെങ്ങനെ വിളിക്കും? ഒരാളെ വിളിക്കുന്നു. തന്നെയോ? രൂപയുണ്ട്. എന്തിനാ? വാങ്ങിക്ക്. എന്തിനാണെന്ന് പറ. നീയും നിന്റെ കുടുംബവും ഈ കടപ്പുറത്ത് ഇങ്ങനെ ജീവിക്കുന്നത് എനിക്ക് കുറച്ചിലാണ്. അതുകൊണ്ട് ഈ പണവും വാങ്ങി മറ്റെവിടെങ്കിലും പോയി ജീവിക്കും. ഈ കടപ്പുറം നിന്റെ തന്തയുടെ വകയാണോ? എടാ, നീയും ഞാനും ഒരുമിച്ച് വള്ളത്തിൽ പോയിക്കൊണ്ടിരുന്നവരാ. നിന്റെ കയ്യിലെ തടമ്പ് നോട്ടെണ്ണി മാഞ്ഞു കാണും. പക്ഷെ തോള പിടിക്കുന്ന എന്റെ കയ്യിലെ തടമ്പ് ഇപ്പോഴും ഉണ്ടടാ. ഒരു മുതലാളി വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് വിളിക്കുന്നത്. സാധനം ചീത്ത ആർക്കാണ് ചെയ്തത്? നല്ലവർ വിളിക്കഴി. ഇങ്ങനെയാണ് വൃത്തിയാക്കുന്നത്. നല്ലവണ്ണം വൃത്തിയാക്കടി. സായിപ്പന്മാർക്കിനുള്ള സാധനം ഇത്. എങ്ങനെയുണ്ടല്ലേ കൊച്ചേ? പണിയൊക്കെ പഠിച്ചോ? പഠിച്ചു വരുന്നു. സാരമില്ല, സാവധാനം ചെയ്താൽ മതിയേ. പള്ളിക്കൂടത്തിൽ പഠിച്ചു വരുന്ന കൊച്ചല്ലേ? എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നീ അവക്കൊന്ന് പറഞ്ഞു കൊടുക്ക്. കേശവന്റെ മകളാ നീ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം. ഇപ്പൊ ബുദ്ധിമുട്ടൊന്നുമില്ല. നീ എനിക്ക് അന്യാളൊന്നുമല്ല, അതുകൊണ്ട് പറഞ്ഞതാ. ജോലി കിടക്കട്ടെ. നിങ്ങളിപ്പോ ഞമ്മക്ക് എന്ത് തരാനുണ്ടെന്ന് ഓർമ്മയുണ്ട? ഉണ്ട്. ഒരു നയാ പൈസ ബാക്കിയില്ലാണ്ട് മുതലാളിയുടെ കണക്ക് ഞാൻ തീർക്കും. എല്ലാവർക്കും അരി കൊടുത്തു കൊടുത്ത് ഞമ്മളെ അരി എത്തുമെന്നാ തോന്നുന്നു. മുതലാളിയെ ഞാൻ വിഷമിപ്പിക്കത്തില്ല. കണ്ടില്ലേ, കടല് കരിഞ്ഞു കിടക്കുക. ഞമ്മക്കറിയാണ്ട് ചോദിക്കുക, നിനക്കെന്താ ബോട്ടിൽ പോയാല്? കുരുവിയുടെ കുടല് കൊച്ചല്ലേ മുതലാളി. എനിക്ക് ആ കൊച്ചു വള്ളത്തിന് കിട്ടുന്നതൊക്കെ മതി. എടോ, കാലം മാറിപ്പോയി. താനും അതിനൊത്ത് മാറാണ്ട് പറ്റുമോ? പോകുന്നിടത്തോളം ഇങ്ങനെ പോട്ടെ.
ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. കൊച്ചമ്മേ, കൊച്ചമ്മേ, മീന്റെ കാശിന് വന്നതായിരിക്കും. അതെ കൊച്ചമ്മേ, ഇന്നത്തെ മീനെ പട്ടിയാ കഴിച്ചത്. അയ്യോ, അതെന്ത് പറ്റി? ഇനി പോയി നീ മനുഷ്യൻ കഴിക്കൂ. ദാ കാശ്. ഇനി ഇവിടെ മീൻ കൊണ്ടുവരണ്ട. ഞാൻ കൊണ്ടുവന്ന മീൻ ചീഞ്ഞു തരുന്നില്ല കൊച്ചമ്മേ. ചീഞ്ഞ മീൻ എനിക്ക് കാശ് വേണ്ട. അമ്പിളി, അമ്പിളി, എന്താടി? നീ ഒന്ന് അമ്പലത്തിന്റെ അടുത്ത് ചെല്ലണമെന്ന് കൊച്ചു മലയാളി പറഞ്ഞു. എന്തിനാ? അത് അങ്ങയോട് പോയി ചോദിക്കൂ. എനിക്ക് വയ്യ. വീട്ടിൽ താമസിച്ചെന്ന അമ്മ തല്ലും. അത് ഞാനൊരു പണി ചെയ്യാം. ഫീലിങ്ങിന് ഒത്തിരി ചെമ്മീനുണ്ടെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞേക്കാം. ആരെങ്കിലും കണ്ടാലോ? കണ്ടാലെന്താ? നിന്റെ മുറത്തെടുക്കണല്ലേ? ചെല്ലേ. നിന്നെ ഒറ്റയ്ക്കൊന്ന് കാണാൻ ടിക്കറ്റ് എടുക്കണം. ആ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ടതാണ്. ചേട്ടൻ എന്താ ഇപ്പൊ വീട്ടിലോട്ട് വരാത്തത്? ആഗ്രഹമില്ലാഞ്ഞല്ല, അച്ഛന്റെ സ്വഭാവം നിനക്കറിഞ്ഞൂടെ? ചേട്ടാ, ഈ ഒളിച്ചുകളി എത്ര നാൾ നീണ്ടു നിൽക്കും? നമ്മുടെ ഈ ബന്ധം അമ്മാവൻ ഇഷ്ടപ്പെടുമെന്ന് ചേട്ടൻ ഒരിക്കലും വിചാരിക്കില്ല. ആഗ്രഹിക്കാൻ മാത്രമേ എനിക്ക് വിധിച്ചിട്ടുള്ളൂ ചേട്ടാ. നിനക്കറിയാമല്ലോ, ഞാൻ ഇന്നും അച്ഛന്റെ കീഴിൽ കഴിയുന്നവനാ. ഏത് കാര്യത്തിനായാലും അദ്ദേഹത്തെ എതിർക്കാൻ എനിക്ക് ശക്തിയില്ല. പക്ഷേ ഇക്കാര്യത്തിൽ മാത്രം ആരെതിർത്താലും എന്റെ മുറപ്പെണ്ണായ നിന്നെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. അമ്പിളി. രാജേട്ടാ. അയ്യോ അച്ഛൻ എവിടെ? ഇവിടെ അല്ലേ ആ ബോട്ടുകാർ കൂലി കൊടുക്കാനുള്ള കാശ് മുഴുവൻ എന്റെ അച്ഛന് തന്നെ കൊല്ലും. ഞാൻ വരട്ടെ, പിന്നെ കാണാം. ഒപ്പിട്ടുണ്ടല്ലോ. കൊച്ചുമുതലാളി ഇതുവരെ ബാങ്കിൽ എത്തിയിട്ടില്ല. ആ വഴിക്ക് ഇന്ന് ജോലിക്കാർക്ക് അഡ്വാൻസ് കൊടുക്കണം. ഏതിന് എവിടെ പോയി കിടക്കുന്നു? ഇവിടെ പണമൊന്നും ഇല്ല. ഇവിടെ ഇരുന്ന പണം തൂത്തുക്കുടിക്കാർക്ക് അഡ്വാൻസ് കൊടുത്തില്ല. നീ ഇത്ര വഴിക്ക് ഞാൻ കേടായി അല്ല, മോട്ടോർ സൈക്കിൾ കേടായി പോയി. നിനക്കൊന്ന് ഫോൺ ചെയ്ത് പറയാൻ പാടില്ലായിരുന്നു. അവിടെ ഒന്നും ഫോണില്ലായിരുന്നു. കരുതാ ഞാൻ ഭാഷ കൊടുത്തു കേൾക്കാൻ കത്തിട്ടുണ്ട്. നിന്റെ മോനെ കൊണ്ട് ഞാൻ തോറ്റു. ഇവനിങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറിയാൽ ഞാൻ എന്ത് ചെയ്യും? ആമ്പിള്ളാര് പ്രായമായ അവരെ പിടിച്ച് ചുമതലക്കാരാക്കണം. അല്ലാണ്ട് തൊട്ടവനും പിടിച്ചതിനും ഒക്കെ കടിച്ചു ഞാൻ ചെല്ലുകയല്ല വേണ്ടത്. കൊച്ചുമുതലാളിയെ പിടിച്ച് പെണ്ണ് കെട്ടിക്കാമോ? ഇപ്പോഴത്തെ പവളൊക്കെ അങ്ങ് മാറും. നേരാ, കൊള്ളാവുന്ന ഒരുത്തിയെ കൊണ്ട് കെട്ടിച്ച അവന്റെ ഈ പിള്ളകളിയൊക്കെ അങ്ങ് മാറും. ഇങ്ങനെ കയറൂരി നടക്കുന്നതിനെ പിടിച്ച് പെണ്ണ് കെട്ടിച്ചാൽ എങ്ങനെയാ? കല്യാണത്തിന് മുമ്പേ നിങ്ങൾ എങ്ങനായിരുന്നു? എന്റെ കൈ കിട്ടിയതിനു ശേഷമല്ലേ നിങ്ങൾ നേരെ ചൊവ്വയായത്? മുതലാളിയുടെ കാര്യം എന്തിനാ പറയുന്നത്? കൊമ്പനാനെ കിട്ടിയാലും കൊച്ചമ്മയുടെ കൈക്ക് ബീറ്റല്ലേ. പിന്നെ അളിയനും പെങ്ങളും കൂടെ വലിയ കരത്തിൽ വെള്ളമൊഴിച്ച് കാത്തിരിക്കുക. എന്തിനാന്നോ? അമ്പിളി മറപ്പന്നല്ലേ കല്യാണം കഴിപ്പിക്കാൻ. ആ എരപ്പാളുടെ മകളെ എന്റെ മകൻ കെട്ടാനോ? അന്നേ കാക്ക മലന്ന് തുറക്കും. ഇതെവിടെ നാടി ഈ പുഴുത്ത മീനെ? എവിടുന്നാണെന്നോ? നമ്മളെ പിടിച്ചോണ്ട് വന്നത് തന്നെ. പാതിരാ മുതൽ പെരുമീൻ ഉദിക്കുന്നവരെ പിടിക്കുന്ന മീനാ. ആദ്യം പിടിക്കുന്ന അല്പസ്വല്പം ചീനൊക്കെ ഇരിക്കും. എന്നാ പിന്നെ തുപ്പി അങ്ങ് തിന്നുകൂടായിരുന്നു. കാശ് കൊടുത്ത് വാങ്ങിക്കുന്നവരുടെ ഇത് വല്ലതും പറഞ്ഞാൽ പറ്റുമോ? നിങ്ങൾക്ക് ആ വള്ളത്തിന്റെ മൂലയിൽ ഒരു ഇത്തിരി ഐസ് വാങ്ങിച്ചിട്ടോണ്ട് പോയാലും. ഐസും ഗീസും ഒക്കെ എന്നാടി വന്നത്? എന്റെ അപ്പനപ്പൂപ്പന്മാരായി കൊണ്ടുപോകുന്ന വള്ളവാ. ബോട്ടെ നല്ല പെടവടയ്ക്കുന്ന മീൻ നേരത്തെ കിട്ടും. അത് വിട്ടേച്ച് ആരെങ്കിലും പിന്നെ ഈ ചീഞ്ഞ മീൻ എടുത്ത് തിന്നുവോ? എന്നാ അമ്മമാരിലൊക്കെ അമ്മയുടെ കോട്ടയെന്ന് വാങ്ങി കഴിച്ചോളാൻ പറ. നിങ്ങളോട് എങ്ങനെയാ മനുഷ്യ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നത്? എന്തെങ്കിലും പറഞ്ഞ ഉടനെ ഞങ്ങൾക്ക് അമ്മയ്ക്ക് പറഞ്ഞു വെച്ചാൽ മതിയല്ലോ. നീ കഞ്ഞി കോരി കുടിക്കാൻ സമ്മതിക്കില്ല. അല്ലെ ഒരു ഭാര്യ വെച്ച് പുല്ല വച്ച് ഏറും തരുവാ. എറിഞ്ഞേച്ചാ മതി. നീ എന്താ ഇത് താമസിച്ചേ? ഇന്ന് ചെമ്മീൻ ഒത്തിരി ഉണ്ടായിരുന്നു. ജോലി തീർന്നിട്ട് പോയാൽ മതി എന്ന് ലോപ്പസേട്ടൻ പറഞ്ഞു. ഞാൻ പൊന്നമ്മയോട് പറഞ്ഞയച്ചിരുന്നല്ലോ. സന്ധ്യ കഴിഞ്ഞതൊന്നും വേണ്ട. നീ കെട്ടിക്കാറായ വേണ്ട. മോളെ കെട്ടിക്കാറായതുകൊണ്ട് അച്ഛൻ എല്ലാം കൂടെ സമ്പാദിച്ചിട്ട് കൂട്ടുകൈക്കാതം ഇട്ട് വെച്ചിരിക്കുവല്ലേ. ഒറ്റ വീക്കം വെച്ചിരുവാ. എനിക്കൊരു ചെറുത്ത കേട് വരുന്നു. ഞാൻ വിട്ടിരുന്ന വല്ലതും പറഞ്ഞു പോകും. നമുക്ക് പോയി കുളിക്കാം.
ഒരു കാര്യം പറഞ്ഞേക്കാം, ആവണിയാ വരുന്നത്. പെണ്ണിന് കൊടുക്കാൻ തുണിയൊന്നുമില്ല, എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചേക്കണം. വലിയ വീരച്ചടിച്ചോണ്ടിരുന്നാ മതി. കേശവന്റെ മകളാണെന്ന് വെച്ച് എനിക്ക് അവളെ നോക്കാതിരിക്കാൻ പറ്റൂടാ? ചുമ്മാ നോക്കിയാട്ടെ, അതിപ്പോ അവളൊന്നും ഇല്ല. നോക്കാതിട്ടാണോ? അവള് വീഴാനിട്ടല്ലേ? അതിനൊരു പണിയുണ്ട്. നാളെ ചെമ്മീൻ തെളിക്കാൻ വരുമ്പോ കാലൊന്ന് നീട്ടി വെച്ചു കൊടുത്താൽ മതി. കാലെ തട്ടി അവള് പ്ലക്കോന്ന് വീഴും. ഓടാ കഴുതേ, എന്ത് ചെയ്തിട്ടും അവൾ അടുക്കുന്നില്ലെന്നാ ഞാൻ പറഞ്ഞേ. ഓ എന്ന് അടുക്കണേലേ പൗളിയാണ്. എന്തോ പറഞ്ഞത്? എന്റെ അച്ഛൻ പറഞ്ഞ് കേട്ടുണ്ട്. പണ്ട് ചെറുപ്പത്തിൽ എന്റെ അച്ഛൻ അമ്മയുടെ പുറകെ ഒത്തിരി കാലം നടന്ന് അമ്മ തിരിഞ്ഞുപോലും നോക്കിയില്ല. അവസാനം അച്ഛനൊരു ഫൗൾ ചെയ്തു. ദേ കിടക്കുന്നു അമ്മ. ഉണ്ടായിരടാ, നീ എനിക്കൊരു ഉപകാരം ചെയ്യോ? എന്തുവാ? നീ ഇതൊന്നും കൊണ്ട് അമ്പിളിക്ക് കൊടുക്കാവോ? ഇതെന്താണ്? ഇതൊരു സാരിയാ, അവര് വരികയല്ലേ. ചേട്ടാ ഇതിൽ അവള് വീഴും. എന്നാ നീ ഇതുകൊണ്ട് അവൾ കൂടെ ഒരൊറ്റ മനുഷ്യൻ അറിയുന്നത് ദൈവം പോലും അറിയത്തില്ല. ചേട്ടാ സൗകര്യം ഉണ്ടെങ്കിൽ അവളെ കൊണ്ട് ഉടുപ്പിച്ച് അവളെ പൊക്കി എടുത്തോണ്ട് വരും. നേരെ എന്നാ നീ പെട്ടെന്ന് കൊടുക്കോ. എടാ കൊച്ചു വന്നു, ഒരു ഉപ്പൂടെ കൊണ്ട്. ഒരു വൈദ്യാണ് നേരം വെളുത്ത് ഞാൻ കടപ്പുറത്ത് വന്ന് കണ്ടതിന് ശേഷം ദുരിയാവും. നല്ലൊരു കുളിപ്പര ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊക്കെ വരുമായിരുന്നു. ഓ, നിനക്കും നിന്റെ മോക്കും കുളിക്കാൻ കൊട്ടാരം കെട്ടിത്തരാം. പൊന്ന് കരള്, നീ വന്നോടി. അമ്പലി എന്റെ പങ്ക കൊണവേ വന്നോടി. ഞാനാ പവളാ. മനസ്സിലിരിക്കട്ടെ, പിടിയല. അയ്യോ എന്റെ ലോപ്പതി ചേട്ടാ, എന്നെ ഒന്നും ചെയ്യല്ലേ. ദൈവത്തെ ഓർത്ത് എന്നെ ഒന്നും ചെയ്യല്ലേ. അമ്പലി അവള് കാണിക്കല്ലേ. എന്നെ ഒന്നും ചെയ്യല്ലേ. അവള് കാണിക്കല്ലേ. അവള് കാണിക്കല്ലേ. അമ്പലി ആര് പറയണ ഈ കസേര എടുക്കുന്നത്? ഞാനാ പറഞ്ഞു. എന്ത് വേണം? ഇവരെല്ലാവരും സമന്മാരാ. കസാരയിൽ ഇരിക്കും നിർബന്ധമാണെങ്കിൽ ആളിൽ ഇരിക്കുന്നതിനെ പുറകെ കൊണ്ടുപോയിടണം. ഇതുവരെ നീ ആര്? കടപ്പുറത്ത് തമ്പുരാണ്. നിങ്ങൾ എന്തിനായി അല്പന്മാരോട് വഴക്കിന് പോകുന്നത്? ആവണി മേളം കാണാതെ വെച്ചാ പോരെ. വീട്ടിൽ പോ. അങ്ങനെ പോകാൻ ഒക്കുലടി. ഈ കടപ്പുറത്ത് ആരും പ്രമാണം വേണ്ട. അച്ഛാ, അമ്മാവൻ പറയുന്നത് ന്യായമല്ലേ? അവൻ ന്യായം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഇനി കാത്തു നീ ഇങ്ങോട്ട് കയറി. നിന്നെ ആരാണ് ഏൽപ്പിച്ചു ഞാൻ കാണട്ടെ. കുറെ ഇരുന്നു ഇരിക്കും.
നാളെ കാശുള്ളതിന്റെ തണ്ട് കാണിക്കാൻ വന്നിരിക്കാം. നമുക്ക് ചടങ്ങ് വേണം. നിങ്ങൾ വിട്ടു കൃഷ്ണകുട്ടി, അവനൊരു പാഠം പഠിപ്പിക്കും. എല്ലാവരും ഉത്സവ സ്ഥലത്ത് വീടിന് തീ വയ്ക്കത്തില്ല. വേണ്ട, അത് അബദ്ധമാണ്. അവന്റെ വള്ളം കടലിലേക്ക് തള്ളിയിരിക്കും. തിരിയടിച്ച് തീർന്ന വള്ളമായിരിക്കണം. നാളെ അവൻ കണി കാണട്ടെ. കരിമീൻ പിടിക്കുവാൻ നീണ്ടൊരു ചൂണ്ടയുമായി വരളുണ്ട്, നിങ്ങൾ വരളുണ്ട്. അഴകിന്റെ മാലകൾ ആലോലമായി അടിവരും, തീരം തേടി ഓടി വരും. ആണാളും പെണ്ണാളും ആവണിയിൽ കണ്ടുമുട്ടും, ആശകളും സ്വപ്നങ്ങളും ആയിരം ആയിരം പങ്കുവയ്ക്കും. ആടിത്തിരമാലകൾ അഴകിന്റെ മാലകൾ ആലോലമായി അടിവരും, തീരം തേടി ഓടി വരും. അമ്പിളി എന്റെ പങ്ക കൊടവേ അയ്യോ ഇത് ഞാനാ പവള. മനസ്സിലിരിക്കട്ടെ പിടിയില്ല. അയ്യോ എന്റെ ലോപ്പതി ചേട്ടാ, എന്നെ ഒന്നും ചെയ്യല്ലേ. ദൈവത്തെ ഓർത്ത് എന്നെ ഒന്നും ചെയ്യല്ലേ. അമ്പിളി പവള് കാണിക്കല്ലേ. അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ. പവള് കാണിക്കല്ലേ. പവള് കാണിക്കല്ലേ.
ആര് പറയണ ഈ കസേര എടുക്കുന്നത്? ഞാനാ പറഞ്ഞു. എന്ത് വേണം? ഇവരെല്ലാവരും സമന്മാരാ. കസാരയിൽ ഇരിക്കും നിർബന്ധമാണെങ്കിൽ അവളിൽ ഇരിക്കുന്നതിന് പുറകെ കൊണ്ടുപോയിടണം. ഇതുവരെ നീയാര് കടപ്പുറത്ത് തമ്പുരാണ്. നിങ്ങൾ എന്തിനായി അല്പന്മാരോട് വഴക്കിന് പോകുന്നത്? ആവണി മേളം കാണാന്ന് വെച്ചാ പോരെ. വാ വീട്ടിൽ പോ. അങ്ങനെ പോകാൻ ഒക്കൂലടി. ഈ കടപ്പുറത്ത് ആരും പ്രമാണം വേണ്ട. അച്ഛാ, അമ്മാവൻ പറയുന്നത് ന്യായമല്ലേ? അവൻ ന്യായം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. നീ കാത്തു, നീ ഇങ്ങോട്ട് കയറി. നിന്നെ ആരാണ് ഏൽപ്പിച്ചു ഞാൻ കാണട്ടെ. ഇരുന്നു ഇരിക്കും. നാല് കാശുള്ളതിന്റെ തണ്ട് കാണിക്കാൻ വന്നിരിക്കാം. നമുക്ക് ചടങ്ങ് പറയാം. നിങ്ങൾ പറ്റുള്ളൂ. കൃഷ്ണകുട്ടി, അവനൊരു പാഠം പഠിപ്പിക്കും. എല്ലാവരും ഉത്സവസ്ഥലത്ത് വീടിന് തീ വയ്ക്കത്തി വേണ്ട. അത് അബദ്ധമാണ്. അവന്റെ വള്ളം കടലിലേക്ക് തള്ളിയിരിക്കും. തിരിയടിച്ച് തീർന്ന വള്ളമായിരിക്കണം. നാളെ അവൻ കണി കാണട്ടെ. കരിമീൻ പിടിക്കുവാൻ ഏതൊരു ചൂണ്ടയുമായി വരണ്ട് നിങ്ങൾ വരടുണ്ട്. തിരമാലകൾ അഴകിന്റെ മാലകൾ ആലോലമായി അടിവരും തീരം തേടി ഓടി വരും. ആണാളും പെണ്ണാളും ആവണിയിൽ കണ്ടുമുട്ടും ആശകളും സ്വപ്നങ്ങളും ആയിരം ആയിരം പങ്കുവയ്ക്കും. തിരമാലകൾ അഴകിന്റെ മാലകൾ ആലോലമായി അടിവരും തീരം തേടി ഓടി വരും.
പൊടിയുടെ തല്ലുവാങ്ങും നിങ്ങൾ തല്ലുവാങ്ങും തിരുമാലകൾ അഴകിന്റെ മാലകൾ ആലോലമായി അടിവരും തീരം തേടി ഓടി വരും ആണാളും പെണ്ണാളും ആവണിയിൽ കണ്ടുമുട്ടും ആശകളും സ്വപ്നങ്ങളും ആയിരം ആയിരം പങ്കുവയ്ക്കും ആഴിത്തിരമാലകൾ അഴകിന്റെ മാലകൾ ആലോലമായി അടിവരും തീരം തേടി ഓടി വരും എന്റെ കരുതമ്പേ, നീ ഇത് കണ്ടു? നീയും അറിഞ്ഞുകൊണ്ടാണോ എന്നോട് ഈ ചതി ചെയ്തത്? അച്യുതനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഇനി അയാൾ പട്ടിയെ പോലെ വാലുമാട്ടി മുതലാളിയുടെ കാൽ ചുവട്ടിൽ വന്ന് വീഴും. വരാതെ എവിടെ പോവാനാ? ആട്ടെ കിട്ടുകുട്ടി, നമ്മളാണ് വള്ളം തകർത്തതെന്ന് ആരും സംശയിക്കില്ലല്ലോ. ആര് സംശയിക്കാനാ? വള്ളം രാത്രി കടലെടുത്തുകൊണ്ട് പോയി അടിച്ചുടച്ചു. നമ്മൾ എന്ത് ചെയ്യാനാ? പാവം കേശവൻ, ആര് ചെയ്താലും ഇതൊരു കടുങ്കൈയായി പോയി. ആ പോട്ടെ, അമ്മന് വിഷമിക്കണ്ട. ഒരു വള്ളം വാങ്ങിക്കാനുള്ള പൈസ ഞാൻ തരാം. വേണ്ട. അതെന്താ? ആരുടെയും സഹായം വാങ്ങുന്നത് എന്റെ അച്ഛന് ഇഷ്ടമല്ല. എടി മണ്ടി, നിനക്ക് ഞാൻ വെറുതെ തരികയല്ല. ഒരു അഡ്വാൻസ് ആയി വെച്ചോ. നിന്റെ ശമ്പളത്തിൽ നിന്ന് കുറേശ്ശെ ഞാൻ പിടിച്ചോളാം. അത് വേണ്ട. അച്ഛൻ അറിഞ്ഞാൽ എന്നെ വഴക്കു പറയും. കേശവൻ എന്തിനാ അറിയുന്നേ? നമ്മളെ കൊണ്ട് അറിഞ്ഞാ പോരെ. തൽക്കാലം എനിക്ക് യാതൊരു സഹായവും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. സഹായിക്കാവെന്ന് വെച്ചപ്പോ പെണ്ണിന്റെ ഒരു ഉങ്ക്. കേശവന്റെ അല്ലേ സന്തതി, പിന്നെങ്ങനെ നന്നാകാനാ? അമ്മാവൻ ഈ രൂപ കൊണ്ടുപോയി ഒരു പുതിയ വെള്ളം വാങ്ങി. വേണ്ടമ്മ, ഞാൻ സന്തോഷത്തോടെ തരുന്ന അമ്മാവൻ. നീ നല്ലവരാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോഴെന്നെ സഹായിക്കാനുള്ള കഴിവ് നിനക്കില്ല. നീ ജോലി ചെയ്ത് സമ്പാദിക്കുമ്പോൾ അമ്മാവൻ ആവശ്യം വന്നാൽ അന്നാണെന്ന് ചോദിച്ചു. ഇപ്പൊ എന്റെ മണി രൂപ കൊണ്ടുപോയി അച്ഛന്റെ പെട്ടി തന്നെ ഇട്ടേച്ചു. അമ്മേ, ഇതാ കാപ്പി. എനിക്ക് വേണ്ട കുഞ്ഞെ. അച്ഛൻ ഇതുവരെ കണ്ടില്ലല്ലോ അമ്മേ. ആ വള്ളം പോയതോടെ അച്ഛന്റെ ചിറ ഒടിഞ്ഞു പോയി മോളെ. മനസ്സ് നിറു നടന്നു വല്ല അന്ധകരണവും കാണിക്കുമെന്നാ എനിക്ക് പേടി. ഇനി നമ്മൾ എന്ത് ചെയ്യും? എല്ലാം ദൈവനിശ്ചയം. അമ്മേ, അച്ഛൻ വരുന്നു. മോളെ, എന്താ? ആ കമ്മലും കൂടി താ. കമ്മലും എന്തിനാ? എന്തിനെങ്കിലും ആവട്ടെ, നീ താ മോളെ. വേണ്ട, അവിടെ കാത് പറിക്കണ്ട. ചുമ്മാ ഇരിക്കമ്മേ. കൊതിച്ചുണ്ടാക്കിയതാ. എന്റെ കുഞ്ഞതൊന്നും കൊതി തീരെ ഇട്ടത് പോലും ഇല്ല. ഇനി നമുക്ക് പണിയിക്കാമല്ലോ അമ്മേ. എന്റെ മോളെ പൊന്നി കുളിപ്പിക്കണമെന്നായിരുന്നു എന്റെ ആശ. കഴിഞ്ഞില്ല. ഇപ്പൊ നീ വേല ചെയ്തുണ്ടാക്കിയ ഒരു തരി പൊന്നുള്ളത് കൂടി ഞാനും കൂടി മേടിച്ചിരിക്കുക. കഴിവില്ലാത്ത ഈ അച്ഛനോട് ക്ഷമിക്കും മോളെ. മുതലാളി, ഇതെന്താണോ? എന്റെ മോളെ കാത്തു കിടന്ന കമ്മല. ഇതെന്തിനാ? ഞാൻ മുതലാളിക്ക് കാശ് തരാനുണ്ട്. എന്റെ വള്ളം തകർന്നു. ഈ കമ്മലല്ലാതെ വിലപിടിപ്പുള്ളതൊന്നും എന്റെ കയ്യിലില്ല. എന്റെ കുഞ്ഞ് പാടുപെട്ടുണ്ടാക്കിയതാണ്.
സത്യല്ലെങ്കിൽ മുതലാളിയുടെ കാശ് ഞാൻ വേല ചെയ്തുണ്ടാക്കി തരാം. തൽക്കാലം മറ്റേ കേശവാ ഇവിടെ വാ. തന്നോട് ആര് പറഞ്ഞു നമ്മുടെ മോടെ കാത് പറിക്കാൻ? ഈ കമ്മല് അവിടെ കാതിക്കൊണ്ടിടും. മുതലാളി കേശവ, നമ്മുടെ അടുപ്പം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അന്നും ഇന്നും നമ്മള് കൂട്ടുകാരാ. മുതലാളിക്ക് ഈ വല ഞമ്മക്കൊരാൾ പണയം തന്നതാ. നീ ഇത് പിടി, ചുണയായിട്ട് ആ കടപ്പുറത്തോട്ട് പോ. ഇറങ്ങി വീശ, ഇവിടെയുള്ള എല്ലാവരും കാണാൻ. ചെല്ലടാ. നിങ്ങൾ ആഫീസ് ഇരുവല്ലോ മാറ്റോ. അങ്ങനെയുള്ള പവളൊന്നും ഞാൻ കാണിക്കത്തില്ലേ. മുതലാളി വള്ളം പോയിട്ടും കേശവൻ വലയുമായി പൗള് കാണിക്കാൻ ഇറങ്ങിയിരിക്കുന്നല്ലോ. ആ പൊന്നും ഇങ്ങോട്ട് വരാൻ. പൊന്നമേ, നിന്നെ കൊച്ചുമലയിൽ വിളിക്കുന്നു. എന്നെ ആ ഇന്ന് വൈകിട്ട് അമ്പിളിയുടെ അമ്പലത്തിനടുത്ത് വരാൻ പറഞ്ഞു. അതുപോലെ മുല്ലപ്പൂ മണമോ നിന്ദേഹഗന്ധം പനിനീർ പൂനിറമോ നിന്നേനിയൻ സ്വന്തം കസ്തൂരിയോ കന്മദമോ സഖീ നിന്നധരം മുല്ലപ്പൂ മണമോ നിന്ദേഹഗന്ധം പനിനീർ പൂനിറമോ നിന്നേനിയൻ സ്വന്തം മുല്ലപ്പൂ മണമോ നിന്ദേഹഗന്ധം നീട്ടും ഞാൻ ഈണങ്ങൾ ആ നിമിഷങ്ങളിൽ മുല്ലപ്പൂ മണമോ നിന്ദേഹഗന്ധം പനിനീർ പൂനിറമോ നിന്നേനിയൻ സ്വന്തം കസ്തൂരിയോ കന്മദമോ സഖീ നിന്നധരം മുല്ലപ്പൂ മണമോ നിന്ദേഹഗന്ധം
മലരണി മണ്ഡപത്തിൽ മനോഹരി നീ അരികിൽ മലർമാല ഞാനെടുക്കും ആ മതിമുഖി നിന്നെ വരിക്കും മലരണി മണ്ഡപത്തിൽ മനോഹരി നീ അരികിൽ മലർമാല ഞാനെടുക്കും ആ മതിമുഖി നിന്നെ വരിക്കും മുല്ലപ്പൂ മണമോ നിന്ദേഹഗന്ധം മുതലാളി 1-2 കിലോ ആണ് വേണ്ടിയില്ല. ഒരു ലാട്ട് മുഴുവൻ ചീത്തയാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ലോപ്പസേ, എന്തോ ഇത് മത്തിക്കച്ചവടമല്ല, ചെമ്മീൻ വിദേശത്ത് കയറ്റി അയക്കാനുള്ളതാണ്. എന്തെങ്കിലും ചെറിയൊരു തകരാറ് കണ്ടാൽ ജപ്പാൻകാർ മുഴുവൻ ചരക്കും മടക്കും. അയ്യോ, അങ്ങനെ കടുംപിടുത്തം പിടിക്കരുത്. എന്തെങ്കിലും ഒരു നീക്കുപോക്ക്. താനൊരു കാര്യം ചെയ്യും, ഈ ചെമ്മീൻ മുഴുവനും ഏതെങ്കിലും തെങ്ങിന്റെ മൂട്ട് വെട്ടിത്താത്ത്. ഇത് മാത്രമുള്ള നീക്കുപോക്ക്. മുതലാളി, തന്നത് മലയാളത്തിലല്ലേ പറഞ്ഞത്? സംഭവം ഒരു ടോപ്പിക്ക് കാൾ ബുക്ക് ചെയ്യാനുണ്ട്. ചീഞ്ഞ മീനും കൊണ്ട് തല കെട്ടിവെക്കാൻ വന്നിരിക്കുക കോണ്ടാക്ട് അല്ലേ? അവിടെ 8 എന്റെ 10. അവന്റെ ഒക്കെ വിചാരം നമ്മൾ ഇപ്പോഴും പണ്ടത്തെ പോലെ വള്ളത്തെ പോകുന്നവരാണെന്ന്. എന്താടാ പഞ്ഞമാസത്തിൽ പറവ് കണ്ടതുപോലെ ഇരിക്കുന്നത്? മുതലാളി ചങ്കു ഒരു കാഴ്ച കണ്ട്. എന്താടാ കൊച്ചമ്മോട് ഇരിക്കുമ്പോ അത് പറയുന്നത് പൗളാണ്. ഒരു പൗളും ഇല്ല, നീ അങ്ങ് പറഞ്ഞോണ്ടാ മതി. ഞാൻ ഇങ്ങോട്ട് വരുമ്പം കൊച്ചു മുതലാളിയും ആ അമ്പിളി കൊച്ചും കൂടെ കടപ്പുറത്ത് വള്ളത്തിന്റെ പുറകെ ഇരുന്ന് വള്ളത്തിന്റെ പുറകിലിരുന്ന് പൗള് കാണിക്കുന്നേ. എന്റെ അമ്മച്ചിയാണ് സത്യം, എന്റെ 2 കണ്ണുകൊണ്ടും കണ്ടതാ. കേട്ടോ കൊച്ചമ്മേ, സംഗതി പൗളാണെങ്കിലും കണ്ടോണ്ടിരിക്കാൻ നല്ല രസമായിരുന്നേ. ഒരു പൗള് കാണാൻ നടക്കുന്നു റാസ്കൽ. കേട്ടില്ലേ മോന്റെ വിശേഷം? ഞാൻ അന്നേ പറഞ്ഞില്ലേ മുളയിൽ നുള്ളിക്കളയണമെന്ന്. എങ്ങനെ ഗുണം പിടിക്കാനാ നിന്റെ വലിയ സന്തതി? ആഹാ, ഇപ്പൊ കുറ്റം എന്റേതായോ? പെങ്ങളും അളിയനും കൂടെ ചേർന്നേ ആ തൊലിവിളത്തെ പെണ്ണിനെ കാണിച്ച് എന്റെ മോനെ വലവീശി പിടിക്കാൻ നോക്കുക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് ജീവനുണ്ട ഞാൻ നടത്തത്തില്ല. ഇവിടെ വരാൻ പറയുമ്പോ ഞണ്ടിനപ്പുറം പുറമോട്ട് പോകണം. എവിടെയായിരുന്നു എത്ര പേര്? ഞാൻ ഫാക്ടറി പോയിരുന്നു. കടപ്പുറത്ത് വള്ളത്തിന്റെ പുറക്കാണോ ഫാക്ടറി? അയ്യോ അച്ഛൻ, ഞാന് പിന്നെ ഫാക്ടറി വളരെ വലുതാണെന്ന് ഞാൻ നോക്കത്തില്ല. എരപ്പാളത്തിനും കാണിച്ചിട്ടുണ്ടല്ലോ. അവനെ കടിച്ചു ഞാൻ ചെല്ലുന്നത്. നീ അപ്പുറത്ത് പോടാ. ഞാൻ നിന്റെ തന്തയാണെങ്കിൽ ആള് മഹാചിത്തയാണ്. നിനക്ക് അറിഞ്ഞൂടെങ്കിലേ നിന്റെ അമ്മയോട് ചോദിക്ക്. അവനെ പറഞ്ഞിട്ട് എന്ത് കാര്യം? വിലക്കണ്ടോരെ വിലക്ക്. ഇവനെന്തിന് ഇവളുടെ പുറകെ നടക്കുന്നത്? പെമ്പിള്ളാര് കുഴഞ്ഞു കാണിച്ച ആമ്പിള്ളാര് പുറകെ പോവും. നിങ്ങൾ എന്റെ പുറകെ വന്നില്ലേ? നിങ്ങൾക്കൊരു കാര്യം ചെയ്യാമോ? നേരെ അങ്ങോട്ട് ചെന്ന് അളിയനോടും പെങ്ങളോടും 4 വർത്തമാനം പറ. ഇന്ന് ഇത് നിൽക്കും. നിങ്ങൾക്ക് പറയാൻ വയ്യെങ്കിൽ ഞാൻ പോവാ. നീ പോണ്ടടി, ഞാൻ പോവും. ഞാൻ പോയി വിലക്കും. എന്റെ വീട്ടുമുറ്റത്ത് അനാവശ്യം പറഞ്ഞാലേ അളിയനാണെന്ന് ഞാൻ വിചാരിക്കില്ല. അനാവശ്യമോ? പിന്നെ അല്ലാതെ എടോ, എന്റെ മകളെ ഞാൻ മാനം മര്യാദയോട് പറഞ്ഞത്. ഓഹോ, വളർത്തന്റെ ഗുണമാണ് ഇന്ന് കടപ്പുറത്ത് കണ്ടത്. കയറുകൊണ്ടിരിക്കല്ലേ? കയറൂരി വിട്ടിരിക്കുന്നത് തന്റെ മകനാ. ആദ്യം അവനെ പിടിച്ചിട്ട്. അവൻ എന്റെ കെട്ടുപാടി തന്നെയാണ് വളരുന്നത്. അതിന് കടന്നാൽ അവന് ഞാൻ കൊല്ലും. ഒരു വെളുത്ത പെണ്ണിനെ കാണിച്ച് എന്റെ മകനെ മയക്കി സ്വത്തടിച്ചെടുക്കാമെന്നായിരിക്കും വിചാരം. പോക്കിരിത്തരം പറയരുത്. ഈ കേസ് വരെ തനിക്ക് ശരിക്കും അറിയില്ല. ഒന്ന് ചുമ്മാ ഇരിക്കേ. നമ്മുടെ പെണ്ണ് പിച്ചവയായതിന് മറ്റുള്ളവരെ കുറ്റം പറയുന്നത് എന്തിനാ? ആര് പറഞ്ഞടി എന്റെ മോള് പിത്തലയാണെന്ന്? അവിടെ തങ്കമാണ്ടി പത്തരം മാറ്റി തങ്കം. തങ്കമാണെങ്കിൽ എടുത്തൊക്കെ ഫോണിൽ വെച്ചോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പെണ്ണിനെ നിലയ്ക്ക് നിർത്തിയിട്ടുണ്ടല്ലോ. ആ അമ്പിളി, എന്തിനാ അവളെ വിളിക്കുന്നത്? മിണ്ടി പോയത്. അമ്പിളി, അയാൾ പറഞ്ഞ മുഴുവൻ നീ കേട്ടോ? എടി കേട്ടോ? നേരാണോ അയാൾ പറഞ്ഞു? എടി നേരാണോ? അതെ. അമ്പിളി, അമ്പിളി. അമ്മേ, എന്താ? പൊന്നമ്മ വന്നു. നീ ജോലിക്ക് പോകണ്ട. അമ്മേ,
പറയുന്നൊന്ന് കേട്ടാ മതി. അവളിനി പണിക്ക് വരുന്നില്ല പൊന്നമ്മേ. അതെന്താ ചേച്ചി? പോവണ്ടെന്ന് അവിടെ അച്ഛൻ പറഞ്ഞു. പൊന്നമ്മേ വരൂ. എന്താ അമ്പിളി, നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്ത് വേണം? രാജേട്ടനോട് എനിക്ക് അത്യാവശ്യമായി ഒന്ന് കാണണമെന്ന് പറയണം. പറയാം. നീ എന്താ ജോലിക്ക് വരാത്തത്? ഇന്നലെ ഇവിടെ വലിയ വഴക്കായിരുന്നു. അച്ഛൻ എന്നെ ഒരുപാട് തല്ലി. ഓഹോ, അങ്ങനെയാണോ കാര്യങ്ങൾ? എനിക്ക് അവളെ ഒന്ന് കാണണമല്ലോ. ഞാൻ പറയാം. പറഞ്ഞാ പോരാ, നീ ഇന്ന് രാത്രി അവളെ കടപ്പുറത്ത് കൂട്ടിക്കൊണ്ടു വരണം. ഞാൻ കാത്തു നിൽക്കാം. സംഗതി രഹസ്യം അറിയണം. ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവനും അവളും തമ്മിൽ ബന്ധപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. മുതലാളിക്ക് വിരോധമില്ലെങ്കിൽ ഈ ബന്ധം ഞാൻ ഇന്ന് കലക്കിത്തരാം. എങ്ങനെ? അതിനു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. മുതലാളി ഒന്ന് അനുവദിച്ചാൽ മതി. കൃഷ്ണൻകുട്ടി എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷെ ആർക്കും ഒരു സംശയം ഉണ്ടാകരുത്. അത് ഞാൻ ഏറ്റു. മുതലാളി ഒരു കാര്യം ചെയ്താൽ മതി. ഇന്ന് രാത്രി രാജൻ പുറത്തു പോകരുത്. പുറത്തിറങ്ങിയാൽ അവന്റെ കാലും മുട്ടി ഞാൻ തല്ലുപിടിക്കും. എന്നതാ സാറേ അത്യാവശ്യം? ലോകത്തെ ഇന്ന് രാത്രി തന്നെ കൊണ്ടൊരു കാര്യം. എന്താ സാറേ? അതൊക്കെ പിന്നെ പറയാം. താൻ റെഡിയായിരിക്കണം. പിന്നെ വേറെ പരിപാടിക്കൊന്നും പോയിക്കളേ. അയ്യോ കൊള്ളാം, സാറ് പറഞ്ഞ അതിനപ്പുറം എനിക്കെന്ത് പരിപാടി? ലോപ്പസ് റെഡി. ലോപ്പസേ പോകാം. ഞാൻ സാർ നമുക്ക് പോവാം. നിനക്ക് കൊച്ചുമുതലാളി കാണട്ടെ. ആ വാ, നിന്നെ ഏതായാലും കൊച്ചുമുതലാളി കാണിച്ചു.
അയ്യോ, അച്ഛൻ ഇങ്ങനെ കൊല്ലും. മോട്ടോർ സൈക്കിൾ വെള്ളത്തിൽ ഇപ്പൊ എടുത്തോണ്ട് വരാം. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ എന്റെ അവനെ മുറിയിലിട്ട് പൂട്ടിയത്. പൂട്ടിയിട്ടത് ശരിയായിരിക്കാം, പക്ഷെ കൊച്ചുമുതലാളി എങ്ങനെ പുറത്തിയാടി? എന്നെ ധിക്കരിക്കാനുള്ള ചങ്കുറ്റം അവനെങ്ങനെ ഉണ്ടായി? പ്രേമമല്ലേ മുതലാളി രോഗം. ഒരു കാര്യം പറഞ്ഞേക്കാം, നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ കൊച്ചുമുതലാളി നമ്മുടെ ഇത് പുറത്തിയാടും. അടയ്ക്കാവുമ്പോ മടി വെക്കാം, അടയ്ക്കാമരം വെക്കാൻ ഒക്കുമോ? വേണ്ടി വന്നാൽ പിഴുതെടുത്ത് അതിന്റെ വേര് വെട്ടിക്കളയാൻ എനിക്കറിയാം. അത്ര നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ലിത്. അമ്പിളിയെ കൊരുത്ത ചൂണ്ടയാണ് കേശവൻ എറിഞ്ഞിരിക്കുന്നത്. ഞാനത്ര മണ്ടനൊന്നുമല്ല കൃഷ്ണൻകുട്ടി. ഈ സ്വത്തപ്രയം ഉണ്ടാക്കാമെങ്കിൽ അത് നിലനിർത്താൻ എനിക്കറിയാം. മുതലാളി ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവനെയും കുടുംബത്തിനെയും കൂരയോടെ പൊക്കിയെടുത്ത് കടലിൽ ഞാൻ വലിച്ചെറിയാം. വരട്ടെ കൃഷ്ണൻകുട്ടി, ആരെ പേടിച്ചില്ലെങ്കിലും നാട്ടുകാരെ പേടിക്കണമല്ലോ. എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് സാവകാശം ആലോചിച്ച് തീരുമാനിക്കാം. കൊച്ചുമുതലാളി, എനിക്ക് വിഷമമുണ്ടേ. എന്റെ മുഖം അത്രയ്ക്ക് മോശമാണ്. അല്ലേ, ഒരബദ്ധം പറ്റിപ്പോയതാ. ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും കൂടി അല്പം വെള്ളം അടിച്ചു. ശകലം കൂടിപ്പോയി. അല്പം കൂടിപ്പോയാൽ അമ്മയും പെങ്ങളും തിരിച്ചറിയാതാവോ? അതങ്ങനെ പറ്റിപ്പോയി. ലഹരിയുടെ പുറത്ത് ആളാരാണെന്ന് അറിയാൻ മേലാതെ കേറിയൊക്കെ പിടിച്ചുപോയി. ഏതായാലും കിട്ടാനുള്ളത് കിട്ടിയപ്പോഴെങ്കിലും ആളെ മനസ്സിലായല്ലോ. അത് കൊച്ചുമുതലാളി മനസ്സ് വെച്ചോണ്ടിരിക്കരുത്, മറന്നു കളയണം. ഇതൊക്കെ മനസ്സ് വെച്ചോണ്ടിരിക്കാൻ കൊള്ളാം. അപ്പോഴേ മറന്നില്ലേ? ലോക്കസ് കാര്യം ചെയ്യും. ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോയാ ചെറുക്കൻ അവിടെ കൂടെ അങ്ങ് പോവും. സംഗതി ഇപ്പോഴേ ഫൗളായിരിക്കുക. മുതലാളി നാക്കൊന്ന് വളച്ചാൽ മതി, പറ്റിയ പാർട്ടിയെ ശങ്കു തൂക്കിയെടുത്തോണ്ട് വരാം. താനൊരു കാര്യം ചെയ്യും, ആ കല്യാണ പുറത്ത് വിളിച്ചിട്ട് വരും. കാര്യങ്ങൾ പുറമെ നടക്കട്ടെ. അവന്റെ പോക്കത്ര ശരിയല്ലെന്നാ എനിക്കിപ്പോ തോന്നുന്നത്. ഇപ്പോഴെങ്കിലും ഈ ബുദ്ധി തോന്നിയല്ലോ. ചിരിതയും കെട്ടിയവനും കൂടെ എന്റെ മോൻ എന്തെങ്കിലും കൂടോത്രം ചെയ്തിട്ടുണ്ടോന്നാ എനിക്ക് സംശയം. നീ പോടി. എടി, എന്റെ മറ്റേത് ഇപ്പൊ എവിടെയാണെന്ന് അറിയാമോ? എന്താന്നാ? വ്യാഴൻ 12ല. ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും അച്യുതനെയും കുടുംബത്തെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. എന്താ ശങ്കുപിള്ളേ? അയ്യോ, മാങ്ങ ഉപ്പയുടെ ചൊട്ടിപ്പോയി. കാശിനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. വിളിച്ചെന്തിനാന്ന് പറ. ഒരു ചെറിയ ഫൗള് നടക്കാൻ പോവാ. ഞാൻ അറിഞ്ഞിട്ട് പറഞ്ഞില്ല എന്ന് വരില്ലല്ലോ. എന്താ കാര്യം? കൊച്ചുമുതലാളിയുടെ വിവാഹം ഉറപ്പിക്കാൻ പോവാ. അതിനിപ്പോ ഞാൻ എന്തോ വേണം? അല്ല, നമ്മുടെ കുഞ്ഞിനെ പഴിഞ്ഞേറ്റ് ആലോചിക്കുന്നത് ഫൗളാണെന്നാ എനിക്ക് തോന്നുന്നത്. നേരും മുറി ഇല്ലാത്തവന്റെ ചെറുക്കനെ എന്റെ പെണ്ണിന് വേണ്ടടോ. ദൈവം തമ്മിലാ വന്ന് പറഞ്ഞാലും ഞാൻ അയാളെ കാല് പിടിക്കാൻ പോകത്തില്ല. നീ അതിനുവേണ്ടി വെറുതെ മഞ്ഞു കൊള്ളണ്ട. അമ്മ ചെന്ന് അമ്മാവനോട് കരഞ്ഞു പറഞ്ഞു. അമ്മാവന്റെ മനസ്സലിയും. എത്ര വന്നാലും കൂടപ്പുറപ്പല്ലേ അമ്മേ? കൂടപ്പുറപ്പിന്റെ ഗുണവധികാരിയൊന്നും പറയണ്ട. എന്റെ തലവെറിച്ച് കണ്ടാ മതിയെന്നും പറഞ്ഞിരിക്കും അങ്ങേര്. അതിന്റെ കൂട്ടത്തിൽ ഞാനിപ്പോ ഈ കല്യാണാലോചന കൊണ്ട് എന്നാ അയാളെന്നെ ആട്ടും. എനിക്ക് വയ്യ നാണം കെടാൻ. പോകുന്നില്ലെങ്കിൽ പോകണ്ട. ഇനി ഒരിക്കലും ഞാൻ അമ്മയോട് ഇതിനെപ്പറ്റി പറയില്ല. എന്റെ വിഷമം ഞാൻ അമ്മയോടല്ലാതെ വേറെ ആരോട് പറയാനാ? അമ്മ അത് കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. എന്റെ പൊന്നുമോൾ അങ്ങനൊന്നും പറയണ്ടേ. നിന്റെ മനപ്രയാസം എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്റെ പെറ്റതല്ലേ. ഈ കാര്യം നമ്മൾ മാത്രം വിചാരിച്ച മതിയോ? എന്നെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കില്ലെന്ന് രാജേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടമ്മേ. അതിനിപ്പോ എന്താ വേണം? എന്റെ മോൻ നിങ്ങളുടെ മോളെ കെട്ടണോ? അതൊരു തെറ്റാണോ നാത്തൂനെ? പണത്തിന് മാത്രമല്ലേ നമ്മൾ തമ്മിൽ വ്യത്യാസമുള്ളൂ. ഇരുതേ, അണ്ണാ ആനയോളം പാവളിക്കാൻ നോക്കണ്ട. എന്റെ മോടെ കണ്ണീര് കണ്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നതാ. അയ്യോ പാവം, തൊട്ടിലിട്ട നാട്ടി കൊടുക്ക്. നാത്തൂനെ, അവളൊരു പെണ്ണല്ലേ. വല്ല കടുങ്കയും കാണിക്കണമെന്ന് തോന്നിയാൽ ഞാൻ എന്ത് ചെയ്യും? ഇവിടുത്തെ തൊഴുത്ത് കയറ് കിടപ്പുണ്ട്, വേണമെങ്കിൽ കുറച്ച് മുറിച്ചെടുത്തോണ്ട് കൊടുക്ക. ഇങ്ങനെ കണ്ണീർ ചോരയില്ലാതെ വർത്തമാനം പറയരുത്. നോക്ക്, നിന്റെ പെണ്ണിനെ ഇവിടെ ആർക്കും ആവശ്യമില്ല. രാവിലെ വേറെ കല്യാണം ഉറപ്പിക്കാൻ പോവാണ്. മേലാ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ വരരുത്. ചേട്ടാ പോകാൻ. കൊച്ചിലെ വാക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങളുടെ ഉറപ്പുറന്നാൾ ആയതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. അല്ലെങ്കിൽ അവളുടെ മുഖത്ത് ഞാൻ കാർത്തിച്ചു നിർത്തേനി.
ശരിതേ, നീ എവിടെ പോയിരുന്നു? നിന്റെ ആങ്ങളയുടെ വീട്ടില് നമ്മളുടെ മകളുടെ കല്യാണം ആലോചിച്ചു. നിന്റെ പൊന്നാങ്ങളെ എന്തു പറഞ്ഞു? എന്നെ അവിടെ നാട്ടിൽ പുറത്താക്കി. എന്നെ തല്ലുവോ കൊല്ലുവോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, ഞാൻ തെറ്റുകാരിയ. ശരിതേ, മാനമാണ് വലുത്. നീയും നിന്റെ മോളും കൂടി എന്നെ മാനം കെടുത്തതാണ് കരുതുന്നെങ്കിൽ ഞാൻ കുടിക്കുന്ന കഞ്ഞി ഇത്തിരി വിഷം ചേർത്ത് തന്നേക്ക്. ഈ കടപ്പുറത്തുള്ള മനുഷ്യർ എന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നതിന് മുൻപ് ഞാൻ ചത്തോളാം, ഞാൻ ചത്തോളാം. കാക്ക കണ്ടില്ലായിരുന്നെങ്കിൽ എന്റെ മോടെ ഗതി എന്താവുമായിരുന്നു. എന്നാലും എന്റെ മോളെ നിനക്ക് ഞങ്ങളോട് ഇങ്ങനെ ചെയ്യാൻ മനസ്സ് തോന്നിയുണ്ട്. ഇപ്പൊ അതും ഇതും പറയുന്നത് എന്തിനാ? ദൈവം ഒന്നും വരുത്തിയില്ലല്ലോ. ഏതായാലും വന്നതൊക്കെ വന്നു. ഇനിയെങ്കിലും ഈ പെണ്ണിന്റെ മനസ്സ് മാറാൻ പടച്ചോട് പ്രാർത്ഥിക്കും നിങ്ങൾ. ദൈവത്തിന് കണ്ണും കാതുമില്ല മുതലാളി. ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുത്തില്ലായിരുന്നു. കേശവ, നീ ഇന്ന് വീശാൻ പോണില്ലേ? എടാ, അവക്കൊന്നുമില്ലെന്നേ. നീ ഇങ്ങനെ മിഴിച്ചു നിൽക്കാതെ പടച്ചോനെ ഓർത്ത് പോയി പണിയെടുക്ക. ഏതായാലും അക്കൊച്ചയോട് ചെയ്യാൻ പാടില്ല. നീ പോരാടുന്നു. കോലം കഴിഞ്ഞാൽ ഗോപുരം മുട്ടു. അവളൊരു കല്യാണാലോചനയായിട്ട് വന്നിരിക്കുന്നു. അതിലെന്താ ചമ്പളി എന്റെ മുറപ്പെണ്ണല്ലേ? മുറപ്പെണ്ണു? ആ തെണ്ടി പെണ്ണിനെ ഞാനിവിടെ വിളിച്ച് മരുമകളായിട്ട് കയറ്റണോ? ഒരു കാലത്ത് നമ്മളും തെണ്ടുകളായിരുന്നില്ലമ്മേ. എന്നാ ഈ കാശ സൗകര്യമൊക്കെ ഉണ്ടായത്? എടാ തറതല പറഞ്ഞോണ്ടല്ലോ. എടാ മോനെ, ഞങ്ങളൊരു നല്ല പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. അച്ഛന് രണ്ടാം കെട്ട് കെട്ടാനായിരിക്കും. എരപ്പാളി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്റെ മനസ്സിലിരിപ്പ് ഒന്നും ഇവിടെ നടപ്പില്ല. ഞങ്ങൾ നിന്റെ തള്ളയും തന്തയാണെങ്കിൽ ഞങ്ങൾ വിചാരിച്ചത് നടക്കൂ.
നൂറ്റാണ്ടുകളായി ഈ ഭരണിയിൽ അടയ്ക്കപ്പെട്ട് സമുദ്രത്തിന്റെ അടിയിൽ കഴിഞ്ഞ എനിക്ക് നിങ്ങൾ മോചനം തന്നു. അതുകൊണ്ട് ഈ നിമിഷം മുതൽ ഞാൻ നിങ്ങളുടെ അടിമയാണ്. നിങ്ങൾക്കെന്തു വേണമെന്ന് പറയൂ. എനിക്ക് ചെയ്യാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല. ഈ രൂപം കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. ഇപ്പോ പേടി മാറിയോ? അത്ഭുതമായിരിക്കുന്നു. ചങ്ങാതി, ഇന്നു മുതൽ ഞാൻ നിങ്ങളുടെ കൂടെയാണ്. എന്ത് വേണമെന്ന് ആജ്ഞാപിക്കൂ. കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് ഞാനത് സാധിച്ചു. എന്ത് വേണം പറയൂ. എനിക്കൊരു വള്ളം മാത്രം മതി. സ്വർണത്തിന്റെ വള്ളം തരാമല്ലോ. അതാ സ്വർണ്ണ വെള്ളം. അത് അങ്ങനെയുള്ളതാണ്. വേണ്ട, ആ വെള്ളം എനിക്ക് വേണ്ട. എനിക്കൊരു അലവെള്ളം മതി. ചങ്ങാതി, എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മനുഷ്യനെ ദുരാഗ്രഹിയായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പൊന്നിലും പണത്തിലും ഒന്നും എനിക്ക് മോഹമില്ല. ആരെയും നൊമ്പരപ്പെടുത്താതെ വേല ചെയ്ത് ജീവിക്കണമെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. ചങ്ങാതി, നിങ്ങളൊരു വലിയ മനുഷ്യനാണ്. ഞാൻ നിങ്ങളടുത്ത് വരികയാണ് നിങ്ങളെ സഹായിക്കാൻ. വളരെ സന്തോഷം. ആ സ്വർണ്ണവെള്ളം അത് അവിടെ തന്നെ കിടക്കട്ടെ. വേണ്ട, നാളെ അത് സ്വന്തമാക്കാൻ വേണ്ടി മനുഷ്യർ തമ്മിൽ വഴക്ക് കൂടി. ഈ കടപ്പുറത്ത് മനുഷ്യന്റെ ചോര വീഴുന്നത് എനിക്ക് വിഷമമാണ്. എന്താ തൃപ്തിയായോ? ചങ്ങാതി, നിങ്ങളെ ഞാൻ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ മനുഷ്യനാണ്. ഇതാണ് അബൂബക്കർ മുതലാളി. ഒരുപാട് സഹായിച്ചിട്ടുള്ള ആളാണ്. ഇതിന്റെ ഒരു കൂട്ടുകാരനാണ്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. പേരെന്താ? പേര് ഞാൻ പിന്നെ വന്ന് പറഞ്ഞുതരാം. ഇത് മുതലാളി എനിക്ക് തന്ന വലയ. ഇനി ഇത് ഇവിടെ തന്നെ ഇരുന്നോട്ടെ. അതെന്താ? അതൊക്കെ ഞാൻ പിന്നെ വന്ന് പറഞ്ഞുതരാം. പോട്ടെ. ആളെ കണ്ടിട്ട് മക്കത്തൊന്ന് വന്ന ഒരു ഷേക്കാണെന്ന് തോന്നുന്നില്ല. അയ്യോ, ഇതാരാ? ഇത് എന്റെ ഒരു കൂട്ടുകാരനാണ്. എവിടുത്തുകാരനാ? അതൊക്കെ ഞാൻ പിന്നെ പറയാം. നീ പോയി കാപ്പിയിട്. ഇതാണ് എന്റെ കൂര. സൗകര്യങ്ങളൊക്കെ ഇത്തിരി കുറവാണ്. വന്നാട്ടെ. ഇങ്ങനൊരു കൂട്ടുകാരനുള്ള വിവരം നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ ചെറുപ്പത്തിലേ കണ്ടതാ. പിന്നെ ഇങ്ങനെ മക്കത്ത് പോയി വലിയ ആളായി നിന്നാ കണ്ടത്. അച്ഛൻ എങ്ങനെ ആളെ തിരിച്ചറിഞ്ഞേ? പിന്നെ സ്നേഹത്തിന് പ്രായം ഒരു പ്രശ്നമേ. 10 വർഷം കഴിഞ്ഞാലും ആത്മാർത്ഥ സ്നേഹിതനെ കണ്ടാൽ തിരിച്ചറിയും. വീടും കുടുംബം ഒന്നുമില്ലേ? ഞാൻ എവിടെ ചെല്ലുന്നു അതാണ് എന്റെ വീട്. മോൾക്ക് എന്താ ഒരു ദുഃഖം? അയ്യോ, ദുഃഖം ഒന്നുമില്ലേ? ഒന്നുമില്ലേ? ഞാൻ പറയട്ടെ.
നിന്റെ അമ്മാവിന്റെ മകനാണ് രാജൻ. അവനെ നീ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. അവന്റെ അച്ഛനും അമ്മയും പണക്കാരാണ്. അതുകൊണ്ട് അവർ ആ വിവാഹത്തെ എതിർത്തു. ആ നിരാശ കൊണ്ട് ഒരിക്കൽ നീ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ഭഗവാനെ, എല്ലാം മണിമണി പോലെ പറയുന്നല്ലോ. ചങ്ങാതി, ആദ്യം നിങ്ങളുടെ മകളുടെ ദുഃഖം തീർക്കുക. അയ്യോ, അത് ഒരിക്കലും തീരുന്ന ദുഃഖമല്ല. തീരും. ഈ വിവാഹം നടക്കും. മോളെ, നീ നിശ്ചയിക്കുന്ന ദിവസം നിന്റെ വിവാഹം നടത്തും. രാജന് നൽകാമെന്ന് പറഞ്ഞ സ്ത്രീധനത്തിന്റെ വിവരങ്ങള് എവിടെ അറിയട്ടെ. നീ അങ്ങോട്ട് വായിക്കേ. റബ്ബർ ഏക്കർ 200, തെങ്ങ് ഏക്കർ 50, നെല്ലേക്കർ 100, വെട്ടിത്തെളിക്കാത്ത കാടേക്കർ 100. പെണ്ണിന് കാടും പറമ്പും മാത്രമേ ഉള്ളൂ, പൊന്നൊന്നും ഇല്ലയോ? ഉണ്ട്. സ്വർണം പവൻ 501, ആന കൊമ്പൻ 1. എന്റെ നാരായണ, ആ ആരെങ്കിൽ വന്നിരുന്നെങ്കിൽ എന്റെ കൊതി അങ്ങ് തീർക്കാമായിരുന്നു. എന്ത് വേണം? രാജന്റെ കല്യാണക്കാരി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതേക്കുറിച്ച് നിങ്ങൾ എന്ത് സംസാരിക്കാനാണ്? ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കല്യാണം വന്നു, അത് നിങ്ങൾ ഉറപ്പിക്കാൻ പോവുകയാണ്. നമ്മൾ പണത്തിന്റെ ഏറ്റക്കുറച്ചിലല്ലേ ഉള്ളൂ, അല്ലാതെ എന്റെ മകളെ രാജ്യം കെട്ടുന്നതിന് മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ. പണം അത്ര നിസ്സാരമാണോ? നിങ്ങൾക്ക് വലുതായിരിക്കാം. അതിരിക്കട്ടെ, രാജൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന സ്ത്രീധനത്തിന്റെ ഇരട്ടി ഞാൻ തരാം. വിവാഹം നടത്താമോ? പിന്നെന്ത്, ആരായിരുന്നാലും എനിക്ക് പണം കിട്ടണമെന്നേ ഉള്ളൂ. അട്ടെ, പണത്തിന് പകരം കടപ്പുറത്തെ മണ്ണ് ചാക്കി കെട്ടിക്കൊണ്ടുവരാമെന്നായിരിക്കും. അത് കൊണ്ടുവരുമ്പോ കണ്ടാ പോരെ. അവരെന്താ തരാന്ന് പറഞ്ഞിരിക്കുന്നത്? ആ ലിസ്റ്റ് ഒന്ന് വായിച്ചു കേൾപ്പിക്കേ. റബ്ബർ ഏക്കർ 200. വേണ്ട, ഞാൻ വായിച്ചോളാം. നാളെ രാവിലെ 10:30 മണിക്ക് കല്യാണം ഉറപ്പിക്കാൻ ഞാൻ വരും. ഈ ലിസ്റ്റ് പറഞ്ഞിരിക്കുന്നതിന്റെ ഇരട്ടി തുകയും വായിക്കും. തയ്യാറായിട്ടിരുന്നോളാം. ഓ, ഇതോളാമേ. കേട്ടോ മുതലാളി, കല്യാണത്തിന് മുമ്പേ പിടിച്ച് പൂട്ടി കിടന്നു. ഇല്ലേ തല ചെമ്പരത്തി പൂജന് കല്യാണപ്പന്തൽ വരും അവളുണ്ടാക്കാൻ. ചങ്ങാതി, എന്തുണ്ടായി? എനിക്ക് ഭ്രാന്താണെന്ന് അവർ പറഞ്ഞു. എന്റെ വാക്കുകൾ അവർ വിശ്വസിക്കുന്നില്ല. ഓഹോ, നാളെ പണത്തിന് പകരം കടപ്പുറത്തെ മണ്ണാണോ വാരിക്കൊണ്ടുവരുന്നതെന്ന് അവരെന്നോട് ചോദിച്ചു. ആ തുകത്ത് താഴെ വിളിച്ചു. बिस्मी व इस्मी या खुदा कुदरत हो. ഇതുകൊണ്ടുപോയി അവന് കൊടുക്ക്. സ്ത്രീധനമല്ല, ഒരു സക്കാത്ത്. അച്ചുവ, നീ എന്താ പറഞ്ഞത്? എനിക്ക് ഭ്രാന്താണെന്ന്? എനിക്ക് ഭ്രാന്ത് വന്നാൽ ആദ്യം കൊല്ലുന്ന നീയായിരിക്കും. എനിക്കൊരു മകളുണ്ടായിപ്പോയി. അവൾ നിന്റെ മകനെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ ഗതികേടിന് വന്നത്. നിനക്ക് പണമല്ലേ വേണ്ടത്? ഇതാ, ഇത് സ്ത്രീധനമല്ല, വെറും ഒരു പിച്ച. ഇഷ്ടം പോലെ വാരിയെടുക്ക. കിലു 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 കിലാന്ന് പവനം കൂടി ചൊരിഞ്ഞപ്പോ നിന്റെ ആങ്ങളേടി നാത്തുണ്ടി കണ്ണു തള്ളിപ്പോയി. നിങ്ങൾ ഈ പറയുന്നൊക്കെ നേരാണ്. നിനക്ക് വിശ്വാസം വരുന്നില്ലേ? എന്നാൽ നാളെ നമ്മൾ എല്ലാവരും കൂടി ഇവിടുന്ന് പുറപ്പെടുന്നു, അവിടെ പോകുന്നു, കല്യാണം ഉറപ്പിക്കുന്നു. ഓളെ 10-ാം തീയതി കല്യാണം. ഈ പൂരാച്ചി പേരെന്ന് എങ്ങനെയാ പെണ്ണിനെ ഇറക്കിക്കൊണ്ടു പോന്നേ? അവരൊക്കെ വലിയ ആളുകളാ. എടീ, അവരെക്കാൾ വലിയവരാടി ഇപ്പം നമ്മള്. നിനക്ക് എന്തോ വേണം? നിന്റെ അറബിയോട് ചോദിക്കും. ചോദിച്ചപ്പോ കൊട്ടാരം ഉണ്ടാക്കി തരും. എന്താ കൊട്ടാരം വേണോ? ഏത് തരത്തിലുള്ള കൊട്ടാരം വേണം? അറബിയളിയോ, ഇവിടെ കനകക്കുന്ന് പറഞ്ഞൊരു കൊട്ടാരമുണ്ട്. നാട്ടിലെ വലിയച്ഛന്മാരൊക്കെ അവിടെ വെച്ച് ആ കല്യാണം നടത്തുന്നത്. ശരി, ആ കൊട്ടാരം നിങ്ങൾക്ക് സ്വന്തമായിട്ട് തരാം. ബിസ്മി വ ഇസ്മി യാ ഖുദാ ഖുദ്റത്ത് ഹോ.
ഭയപ്പെടേണ്ട. ഇത് നിങ്ങൾക്കുള്ള കുറ്റാരം. വരൂ വരൂ. അല്ലേ ചങ്ങാതി, ഈ വേഷം കൊട്ടാരത്തിന് യോജിച്ചല്ല. അതുകൊണ്ട് ഇതുകൂടി ഒന്ന് മാറ്റിക്കണേ. മഹാരാജാവോ? സർഗണിയ, എനിക്ക് എന്റെ പഴയ വേഷം തന്നെ മതിയായിരുന്നു. ഇതിട്ടിട്ട് മേലൊക്കെ ചൊറിയുന്നു. അച്ഛാ മോളെ വരൂ. എനിക്ക് ഈ ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സ്നേഹിതൻ നിങ്ങളാണ്. എന്റെ മകളുടെ കല്യാണം ഉറപ്പിക്കലിന് നിങ്ങളും കൂടി വരണമെന്ന് എനിക്ക് വളരെയേറെ ആഗ്രഹമുണ്ടായിരുന്നു. നമ്മൾ നിക്കാതിന് വരാൻ കേശവ. ശരി, മുതലാളിയുടെ ഇഷ്ടം. ചങ്ങാതി, നിങ്ങൾ ഈ കൂട്ടുകാരന് നമുക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണ്ടേ? ഞാനത് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. മുതലാളി, ദൈവം എനിക്കൊരു സൗഭാഗ്യം തന്നിരിക്കുക. അതിന്റെ പങ്ക് നിങ്ങൾക്കും അവകാശപ്പെട്ടിട്ടുള്ളതാണ്. മുതലാളിക്ക് എന്തു വേണം പറയൂ. കേശവ, എനിക്കെന്നും നിന്റെ സ്നേഹം മാത്രം മതി. എന്നാലും അങ്ങനെയല്ലല്ലോ മുതലാളി, എന്തെങ്കിലും. ഒന്നും വേണ്ട കേശവ. വിയർപ്പോണ്ട് കിട്ടുന്ന ഉയർച്ചയിൽ നമ്മൾ വിശ്വസിക്കുന്നു. പടച്ചോൻ നിനക്ക് നല്ലത് വരുത്തട്ടെ. എന്നാ ഞങ്ങൾ പോയി വരട്ടെ. വിവാഹ നിശ്ചയം അത്ര വിധിക്കാനൊന്നുമില്ല. ഞാനും ചിരിതയും കൂടി പോയി ഉറപ്പിച്ച പോലെ. അതുപോലെ കാശിന് പകരം കടപ്പുറത്ത് മണ്ണുവാരിക്കൊള്ളുവാൻ പറഞ്ഞ ആളല്ലേ. നമുക്ക് ഇനിയും എന്ത് കഴിയുമെന്ന് അയാൾ നേരിട്ടൊന്ന് കാണണം. അത് ചങ്ങാതി ഒന്നും പറയണ്ട. ഒരു വലിയ ഘോഷയാത്രയായിട്ടായിരിക്കും നമ്മൾ അമ്പിളി മോളെ കൊണ്ട് പോകുന്നത്. باسمي واسمي يا خدا قدرت ہو.
പറ്റുന്ന ഈ കല്യാണത്തിന് ആദ്യം ഓർത്ത് വലിയ പവളായിപ്പോയി. ഈ പോയി ലോകത്തിന് ജാനിയൊക്കെ വിട്ടുക, നമുക്കവിടെ തീർക്കുന്നുണ്ടോ? രാജാ, അമ്പലക്കുഞ്ഞിനെ വിളിച്ച് ഇറങ്ങണ മോനെ. നോക്കിക്കേ, വിളിച്ച് ഇറങ്ങണ മോനെ. അമ്പലക്കുഞ്ഞിനെ വിളിച്ച് അകത്ത് പോകും. അവള് പറയണല്ലോ പെണ്ണും ചെറുക്കനും തമ്മിൽ നല്ല ചേർച്ചയാ. എന്റെ കുഞ്ഞുങ്ങളെ കണ്ണുവെച്ചാണല്ലോ. അറിയാ, നമുക്ക് ഈ കല്യാണം ഉടൻ നടത്തണം. അറബിക്കടലും മഷ്ടമുടിക്കായലും, അറബിക്കടലും മഷ്ടമുടിക്കായലും കെട്ടിപ്പുണരുന്നു, വഴിമുഖം കോരിത്തരിക്കുന്നു. നീ മുത്തിയൊരുങ്ങുമ്പോൾ മനസ്സിൽ ഭാവനയുണരുന്നു, നീ മുത്തിയൊരുങ്ങുമ്പോൾ മനസ്സിൽ ഭാവനയുണരുന്നു. അറബിക്കടലും മഷ്ടമുടിക്കായലും കെട്ടിപ്പുണരുന്നു, വഴിമുഖം കോരിത്തരിക്കുന്നു. നീ മുത്തിയൊരുങ്ങുമ്പോൾ മനസ്സിൽ ഭാവനയുണരുന്നു. അറബിക്കടലും മഷ്ടമുടിക്കായലും. കാറ്റിന്റെ വേണുണർന്നു, കടലിന്റെ കരളു തുടിച്ചു, പുതിയൊരു സംഗമവേള. കാറ്റിന്റെ വേണുണർന്നു, കടലിന്റെ കരളു തുടിച്ചു, പുതിയൊരു സംഗമവേള. ഞാനും നീയും പോലെ, നമ്മുടെ മനസ്സുകൾ പോലെ, ഞാനും നീയും പോലെ, നമ്മുടെ മനസ്സുകൾ പോലെ കെട്ടിപ്പുണരുന്നു, വഴിമുഖം കോരിത്തരിക്കുന്നു. നീ മുത്തിയൊരുങ്ങുമ്പോൾ മനസ്സിൽ ഭാവനയുണരുന്നു. അറബിക്കടലും മഷ്ടമുടിക്കായലും കെട്ടിപ്പുണരുന്നു, വഴിമുഖം കോരിത്തരിക്കുന്നു. നീ മുത്തിയൊരുങ്ങുമ്പോൾ മനസ്സിൽ ഭാവനയുണരുന്നു. അറബിക്കടലും മഷ്ടമുടിക്കായലും. മഞ്ഞിന്റെ മുഖപടമിളകി നിലാവിന്റെ പൂണ്ടുകിൽ മാറി എന്നൊരു മധുവിധുവേള. മഞ്ഞിന്റെ
മുഖപടമിളകി നിലാവിന്റെ പൂന്തുകിൽ മാറി ഇന്നൊരു മധുവിധുവേള നമ്മുടെ മനസ്സുകൾ പോലെ ഞാനും നീയും പോലെ നമ്മുടെ മനസ്സുകൾ പോലെ ഞാനും നീയും പോലെ എത്തിപ്പുണരുന്നു അഴിമുഖം കോരിത്തരിക്കുന്നു നീ മുത്തിയൊരുങ്ങുമ്പോൾ മനസ്സിൽ ഭാവനയുണരുന്നു അറബിക്കടലും അഷ്ടമുടിക്കായലും എത്തിപ്പുണരുന്നു അഴിമുഖം കോരിത്തരിക്കുന്നു നീ മുത്തിയൊരുങ്ങുമ്പോൾ മനസ്സിൽ ഭാവനയുണരുന്നു അറബിക്കടലും അഷ്ടമുടിക്കായലും അയ്യോ അച്ഛൻ വിളിക്കുന്നു. ചങ്ങാതി, അമ്പിളിയുടെ കല്യാണം ഈ നാട്ടിൽ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കല്യാണമായി നമുക്ക് നടത്തണം. അത്രയ്ക്ക് വലിയ തോതിൽ വേണോ? ഒരു ചടങ്ങെന്ന രീതിയിൽ നടത്തിയ പോരെ? നിങ്ങൾ ഒന്നും സമ്മതിക്കാത്തത്. ആങ്ങളെ നാത്തൂനെ നമ്മളെ പുച്ഛിച്ച് തള്ളിയതല്ലേ. അതുകൊണ്ട് ഈ കല്യാണം നമുക്ക് ഭംഗിയായിട്ട് നടത്തണം. ഞാൻ നിങ്ങളോടൊപ്പം ഉള്ളപ്പോൾ എല്ലാം ഗംഭീരമായി തന്നെ നടക്കും. എന്നാ എല്ലാ അറബികളുടെ ഇഷ്ടം പോലെ. പക്ഷെ ഒരു കുഴപ്പം, ഈ നാട്ടിലെ കല്യാണത്തിന്റെ ചടങ്ങുകളെ പറ്റി എനിക്ക് ഒരു പിടിയുമില്ല. എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരൂ. ഞാൻ എന്തു പറയാനാ? വലിയവർ അവരുടെ രീതിയിൽ ആഡംബരമായിട്ട് നടത്തും, പാവപ്പെട്ടവർ അവരുടെ രീതിയിൽ ഒരു ചടങ്ങായിട്ടും നടത്തും. നിങ്ങൾ മിണ്ടായിരിക്കെ, ഞാൻ പറയാം. ഇതിനടുത്ത് ഒരു വലിയ കല്യാണം നടക്കുന്നുണ്ട്. കുറഞ്ഞ പക്ഷം നമുക്ക് അതുപോലെങ്കിലും നടത്തണം. എങ്കിൽ ഞാൻ ആ വിവാഹം ഒന്ന് കണ്ടിട്ട് വരാം. അമ്മേ, മോളെ, എല്ലാം നിന്റെ ഭാഗ്യമാ മോളെ. പക്ഷെങ്കി നമ്മുടെ ഇസ്ലാമിന്റെ നിക്കാവ് ഇതുപോലെ അല്ല ഷേഖേ. എങ്ങനെയാ? നമ്മുടെ അറബി നാട്ടിൽ കാണുന്ന പോലൊക്കെ തന്നെ. പക്ഷെ ഇവിടെ ഒരു ചെറിയ വ്യത്യാസം. എന്താ വ്യത്യാസം? ഇയാളേതാ? അറിഞ്ഞിട്ട് എന്ത് വേണം? കാര്യമുണ്ട്. താനാണോ കേശവമുദയുടെ കൂടെ കൂട്ടിയിരിക്കുന്ന അറബി? ഈ സ്ഥലം ഏതാണെന്നറിയാം? അറബി നാടൊന്നും അല്ല. ഇവിടെ പൗള് കാണിച്ചാൽ കുത്തി കൊടലെടുത്തുകള്. നിങ്ങൾക്ക് എന്ത് വേണം? നിന്റെ ഒരു വാരിയല് വേണം, പിച്ചാത്തി പിടിക്ക്. എന്താ തരാമോ? പൗളെ, കുറച്ച് മര്യാദയായിട്ട് സംസാരിക്കാം. താൻ പോടും. മര്യാദ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. അറബി, താൻ ആ തൊലിവെടുത്ത പെണ്ണ് നോട്ടോട്ടോണ്ടല്ലേ അവിടെ കൂടിയിരിക്കുന്നത്? അതെന്റെ കൊച്ചു മുതലാളി കെട്ടാൻ പോകുന്ന പെണ്ണാ. അതിന് ഞാനെന്ത് വേണം? വന്ന വഴി കടൽ നീന്തി അക്കരയ്ക്ക് പൊക്കോണം. ഇനി ആ വീട്ടിലെ പഠിക്കലെങ്ങാനും വെച്ച് കണ്ടാൽ നിന്റെ കാലിന്റെ മുട്ടിയെ തല്ലി പിടിക്കും. നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ? കാണണം. അയ്യോ, ഞാൻ എങ്ങനെ ഇങ്ങനായി? എനിക്കെങ്ങനെ അറിയാം? നീ കാണിച്ചു കൊടുക്കാന്നല്ലേ പറഞ്ഞത്? അങ്ങോട്ട് കാണിച്ചു കൊടുക്ക. അയ്യോ മുതലാളി, രക്ഷിക്കണേ. ഞാൻ അബദ്ധത്തിനൊരു പവള് പറഞ്ഞു പോയതാ. മുതലാളി എന്ന് പറയണ രക്ഷിക്കാൻ. മുതലാളിയെ, അല്ലെങ്കിൽ നിന്നെ അദ്ദേഹം എലിയാക്കും. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പല്ലേ അളിയും കോടീശ്വരനായത്. എന്തെങ്കിലും കാര്യമില്ലാതെ അറബി ഇത്ര വലിയ സഹായം ചെയ്യുമോ? കൊച്ചുനാളിലെ കൂട്ടുകാരനാണെന്നല്ലേ പറയുന്നത്? ഈ ഓടിയോടന്ന് അളിയന് ഞാൻ അറിയാത്ത കൂട്ടേതാ? ഞാൻ ഈ കടപ്പുറത്ത് തന്നെയല്ലേ വളർന്നത്. ഏതായാലും ഇപ്പോഴവർക്ക് നമ്മളെക്കാൾ 100 ഇരട്ടി സ്വത്ത് കൂടുതലുണ്ട്. അനുഭവിക്കാൻ ഒരു പെണ്ണല്ലേ ഉള്ളൂ. ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. മുതലാളിയെ, മുതലാളിയെ, എല്ലാം രക്ഷിക്കണേ മുതലാളി. നീ എങ്ങനെ യാത്ര കയറി? അയ്യോ കൊച്ചമ്മ, എന്നെ ഓടിക്കല്ല. ഇത് ഞാനാ. അയ്യോ, ഇതെന്ത് വേഗമാ! ഇതെന്ത് പറ്റിയതാ? അറബി ഒരു ചെയ്ത് ചെയ്തതാ.
അളിയന്റെ വീട്ടിൽ അറബിയോ? എന്തിന്? ആളുകൾ ഈച്ചാ പോച്ചാ പറയുന്നേട്ട് ഞാൻ ഒന്ന് വരട്ടി നോക്കി. സംഗതി ഇപ്പൊ അവളായിപ്പോയി. ഓഹോ, അപ്പോൾ അറബി തൊഴിൽ പഠിച്ചവനാണ്. ചുമ്മാ വല്ല അളിയന് പണം ഉണ്ടായത്. ഇനിയിപ്പോ എന്താ ചെയ്യും? തിണ്ടാവല്ലോ കിടന്നോളാവേ. ഈ വേഷത്തിലോ? ഞാൻ സമ്മതിക്കത്തില്ല. ഈ വേഷത്തിൽ പോയി കെട്ടുകളെ കാണാൻ പറ്റുമോ വെച്ചമ്മേ? നീ ഒരു കാര്യം ചെയ്യ്, ആ അറബി അടുത്തേക്ക് തന്നെ ചെല്ല്. അതാ നല്ലത്. പോയി മാപ്പ് പറഞ്ഞെങ്കിൽ രക്ഷപ്പെടാൻ നോക്ക്. പോടാ. അറിവ് മലയാളിയേ, അറിവ് മലയാളി. കേട്ടോ, ഇവൻ ഫൗളാണെന്ന് അറിഞ്ഞപ്പോഴേ എനിക്കങ്ങ് ചങ്കയായി പോയി. ചങ്കിക്കാന്തിരിക്കുന്നത് അവൻ കോണാനല്ലേ കൊടുത്തിരിക്കുന്നത്. ഏതായാലും പിറന്നപാടെ വരാഞ്ഞ ദൈവാദിന്. മലയാളിയേ, എന്തോ ആടാ ആ അറിവ് മലയാളി എന്തിയേ? ഇവിടെ വന്ന അങ്ങേരെ കുടൽ നീ കുത്തിയെടുക്കുമെന്നല്ലേ പറഞ്ഞത്? അങ്ങേര് പോയി, ഇപ്പൊ മക്കത്തെത്തിക്കാണും. സാധിച്ചോ? ഞാനിനി എന്താ ചെയ്യും? എന്തോ ചെയ്യാനാ? നല്ല വേഷമാ. ഇതുപോലെ അങ്ങ് നടന്നൂടാ. ഇഷ്ടംപോലെ പൗളും ചെയ്യാം. എന്റെ പൊന്നു മലയാളിയെ എന്നെ രക്ഷിക്കണം. ഒരബദ്ധം പറ്റിപ്പോയതാ. ദാ, ഇനി മേലാൽ പൗള് കാണിക്കുമോ? ഇല്ലേ, ഇനി ജന്മത്തെ പൗള് കാണിക്കത്തില്ലേ? എന്നാലേ ആ വള്ളത്തിന്റെ പുറകിൽ ഇരിപ്പുണ്ട്. ചെന്ന് കാല് പിടിച്ച് മാപ്പി ചോദിച്ചു. അറിവ് മലയാളി. ഇനി മേലാൽ പടച്ചവനെ നിലയ്ക്കാത്ത പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യരുത്. ഫൗളെ, ആരുടെയും വാലായിട്ട് പുറകെ നടക്കാതെ ഇനിയെങ്കിലും ജോലി ചെയ്ത് മനുഷ്യനായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. 10 അക്കരം കയ്യിലുണ്ടായിരുന്നെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കാമായിരുന്നു. ശരി. ഇതെടുത്തോ, ഇനിയെങ്കിലും നല്ലവനായിട്ട് ജീവിക്കൂ. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ കേശവന് ഇത്രയേറെ സ്വത്ത് കിട്ടിയതിന്റെ പിന്നിൽ എന്തെങ്കിലും മറിമായം ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് അപ്പോഴേ സംശയം തോന്നിയതാണ്. നാട്ടുകാർ എന്തൊക്കെയാണ് പറയുന്നറിയാമോ? ഈ അറബി ഇവൻ എവിടെ നിന്ന് കിട്ടി? എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം? ബന്ധം എന്താ? തൊലി വെളുത്ത മകളുമായിട്ടുള്ള ബന്ധം തന്നെ. അനാവശ്യം പറയാതെടി. പിന്നെ എങ്ങാണ്ടോ കിടന്ന ഒരു മനുഷ്യൻ ഇവിടെ വന്ന് ഈ സ്വത്തൊക്കെ വെറുതെ കൊടുക്കുവോ? അയാൾ ഒരു മന്ത്രവാദി കൂടിയാ. ഏതായാലും കിഷൻകുട്ടി ഒരു കാര്യം ചെയ്യും, രഹസ്യമായിട്ടൊന്നും അവനെ പോയി ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് വരും. ആ അറബിയുടെ വെപ്പാട്ടിയാണോ അവളെന്ന് ആദ്യം അറിയേണ്ടത്. ഞാൻ ഇപ്പം തന്നെ പോയി വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ട് വരാം. പിന്നെ ആനത്തലയോളം പൊന്നു കൊണ്ടുവന്നാലും ശരി, കണ്ടവന്റെ കൂടെ കഴിഞ്ഞ പെണ്ണിനെ ഞാൻ ഈ വീട്ടിൽ കേട്ടത്തില്ല. നീ പിടയ്ക്കാതെടി, മനുഷ്യൻ വെറുതെ അസൂയ പറഞ്ഞു വരും. എന്താ അളിയന്റെ പൊന്ന് കണ്ടപ്പോ കണ്ണ് മഞ്ഞളിച്ചു പോയോ? ഏതായാലും കിഷൻകുട്ടി വിവരങ്ങൾ അറിഞ്ഞിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം. മക്കത്തെ കപ്പല് വന്നെടുത്ത് പിന്നെ ചെല്ലിയ മുഴുവൻ കൊണ്ടുവന്ന് ചെല്ലിയ മൗലി. കേട്ടില്ലേ അനുസരിച്ചുള്ള വിശേഷം? ഇപ്പൊ വിശ്വാസമായോ? എങ്കിലും കേശവൻ ഇത്ര പരമനാറിയായി പോയല്ലോ. എന്തിനാ അയാളെ മാത്രം കുറ്റം പറയുന്നേ? നിങ്ങളുടെ പെങ്ങളും അതിന് കൂട്ടു നിൽക്കല്ലേ? അമ്പിളി അറബിയുടെ തോളെ കൈയും ഇട്ട് കെട്ടിപ്പിടിച്ച് കൊഞ്ചി കുഴഞ്ഞിങ്ങനെ പോകുന്ന കണ്ടപ്പം സത്യം പറയല്ല മുതലാളി, എന്റെ തൊലി ഉരിഞ്ഞു. അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് കേക്കട്ടെ. ദേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ആ തേവിടിച്ച് എന്റെ മോനെ വേണ്ട. നേരെ മുതലാളി, എന്ത് കിട്ടിയാലും ആ ബന്ധുത നമുക്ക് വേണ്ട. നിന്റെ മകൻ അവളൊന്നും പറഞ്ഞ് ചാ നടക്കല്ലേ. ഈ കഥയൊന്നും രാജകുഞ്ഞറിഞ്ഞ് കാണട്ടെ. ഞാൻ പറയാം അവനോട്, പിന്നെ അവൻ അവളെ തിരിഞ്ഞു നോക്കുമോ നമുക്കറിയാവല്ലോ. അമ്മ എന്ത് പറഞ്ഞാലും ശരി, ഞാനിത് വിശ്വസിക്കില്ല. അമ്പിളി എനിക്ക് നല്ലപോലെ അറിയാം. അറിയാമെന്നും പറഞ്ഞോണ്ടിരുന്നു. നേരി കണ്ടവനാവെന്ന് പറഞ്ഞത്. എന്ത് കണ്ടെന്നാ പറയുന്നത്? ഇതൊക്കെ ഞാൻ എങ്ങനെയാ നിന്നോട് പറയുന്നത്? എടാ, ആ അറബി അവളെ വെച്ചോണ്ടിരിക്കുക. അനാവശ്യം പറയരുത്. കൈപ്പുണ്ണിന് എന്തിനാടാ കണ്ണാടി? നിനക്ക് വിശ്വാസമില്ലെങ്കിൽ നീ നേരിട്ട് പോയി അന്വേഷിച്ചു. ആഹാ, എന്നാലും ഒന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. രാജേട്ടാ, ഞാൻ കേട്ടതൊക്കെ നേരാണല്ലേ? എന്താ രാജേട്ടാ? ആരടി അറബി? അച്ഛൻ്റെ ഒരു കൂട്ടുകാരനാണ്. കൂട്ടുകാരൻ? അച്ഛന്റെയോ നിന്റെയോ? എന്ന് തുടങ്ങിയടി ഈ കൂട്ട്? രാജേട്ടാ, അപ്പോ നിങ്ങൾ ഇങ്ങനെ പണം ഉണ്ടാക്കിയിരിക്കുന്നല്ലേ? രാജേട്ടനെ ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. സത്യം എന്താണെന്ന് അറിയാമോ? അറിയാം. ഞാൻ നേരിട്ട് കാണുകയും ചെയ്തു. കൂടുതലൊന്നും അറിയണമെന്നുമില്ല. ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. ഈ പണം തെറ്റായ മാർഗത്തിൽ ഉണ്ടാക്കിയതല്ല. പിന്നെ എങ്ങനെ ഉണ്ടായി?
അത് പറയാൻ മടിയുണ്ടല്ലേ? ആ അറബി ആരാണെന്ന് ഈ പണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എനിക്കറിയണം. അറിയാത്തടത്തോളം കാലം ഞാനും നീയുമായി ഒരു ബന്ധവുമില്ല. രാജേട്ടാ, എന്നെ വിടൂ. പത്തും പലതും ഒന്നും നമുക്കില്ല. ഇവിടെ ഒന്നേ ഉള്ളൂ. ഇവിടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഞാൻ എന്തു വേണമെന്നാ നീ പറയുന്നത്? ഇവളെയൊക്കെ വലുതാണോ നിങ്ങൾക്ക് ആ അറബി? മനസ്സിലായില്ല. ഈ അപവാദം സഹിച്ചുകൊണ്ട് ഇനി ആ മനുഷ്യനെ ഇവിടെ താമസിപ്പിക്കുന്നത് ശരിയാണോന്നാ ഞാൻ ചോദിക്കുന്നത്. എടീ നന്ദി കെട്ടവളെ, നീ എവിടെ നിന്നാണ് ഇത് ചോദിച്ചതെന്ന് അറിയാവൂ? ആ നല്ല മനുഷ്യൻ നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്ന കൊട്ടാരത്തിൽ പൊന്നും പണവും വന്നപ്പോൾ നീ ഇത്ര പെട്ടെന്ന് മാറിപ്പോയോ? എനിക്ക് എന്റെ മകളാ വലുത്. നിങ്ങളുടെ അറബി മൂലം അവളുടെ വിവാഹം മുടങ്ങാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങളാരെ ഇവിടുന്ന് പറഞ്ഞു വിടണം. നീ എന്തു പറഞ്ഞു? അവരെ അടിക്കരുത്. എന്നോട് ക്ഷമിക്കണം. ഈ നന്ദി കെട്ടവൾക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിച്ചു. സാരമില്ല. നൂറ്റാണ്ടുകളായിട്ട് ഞാൻ സമുദ്രത്തിന്റെ അടിയിലായിരുന്നു. ഈ ലോകത്തെ മനുഷ്യന്റെ പകയെയും വിദ്വേഷത്തെയും കുറിച്ച് എനിക്കൊരറിവുമില്ലായിരുന്നു. ഞാനൊരു അമ്മയാണ്. എന്റെ മകളെ പറ്റി ആളുകൾ അപവാദം പറയുന്നത് കേൾക്കാൻ എനിക്ക് വിഷമമാണ്. ക്ഷമിക്കൂ. നിങ്ങളുടെ സന്തോഷം മാത്രമാണ് എന്റെ ലക്ഷ്യം. ഈ നിമിഷം ഞാൻ ഇവിടുന്ന് പോവുകയാണ്. അങ്ങ് എന്നെ വിട്ടു പോവാണോ? അതൊരിക്കലും സാധ്യമല്ല. നിങ്ങളാണ് എനിക്ക് മോചനം നൽകിയത്. ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. പക്ഷേ അരുവിയായിട്ടാണ് മാത്രം. ഇതാ ഈ മോതിരം വിരലിലിട്ടോളൂ. എന്നെ കാണണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ ഈ മോതിരത്തിന്റെ കല്ലിൽ ചുംബിച്ചാൽ മതി. പക്ഷെ ഒരു കാര്യം, എന്റെ ശക്തി മുഴുവൻ ഞാൻ ഈ മോതിരത്തിൽ സംഭരിച്ചിരിക്കാം. ഇത് കൈവശം വരാതെ സൂക്ഷിക്കണം. മോതിരം മറ്റാരുടെ കയ്യിൽ പോയാലും ഞാൻ അയാൾക്കടിമയായി തീരുന്നതാണ്. എന്താ ഇപ്പൊ നിനക്ക് തൃപ്തിയായില്ലേ? എനിക്ക് ആരോടും പിണക്കമൊന്നുമില്ല. എന്റെ മോള് സന്തോഷമായിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ. വാ മോളെ. നീ പറയുന്നത് വിശ്വസിക്കാൻ ഞാൻ അത്രയ്ക്ക് വിദ്യയാണ്. ആ അറബിയെ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ട് പുതിയൊരു കെട്ടുകഥയുമായിട്ട് വന്നിരിക്കുന്നു. അയാൾ ഒളിവിലാണെങ്കിലും വരുമാനത്തിന് കുറവൊന്നുമില്ലല്ലോ. രാജേട്ട് ഇത്ര ക്രൂരനാണ്. അറബിയുടെ വേഷത്തിൽ വന്നത് ഒരു ഭൂതമാണ്. അയാൾ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. പോകുന്നതിന് മുൻപ് ഒരു മോതിരം അച്ഛന് കൊടുത്തിട്ടാണ് അയാൾ പോയത്. അത് ചുംബിച്ചാൽ ഉടനെ ഭൂതം വരും. ഭൂതം, തേങ്ങാക്കൊല, ഈ വേലയൊന്നും എന്നോട് വേണ്ട. രാജേട്ട, ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിച്ചു. നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഇക്കാലത്ത് മോതിരത്തിന്റെയും ഭൂതത്തിന്റെയും കഥയൊക്കെ പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക? നിങ്ങൾക്ക് ആർക്കും വിശ്വാസമില്ലെങ്കിൽ ഞാൻ ആ മോതിരം എടുത്തിട്ട് വരാം. അതിനാൽ മോതിരം നീ എടുത്തിട്ട് വാ. ഞാനത് പരിശോധിച്ചിട്ട് നീ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമുക്ക് കല്യാണം ഉടനെ അങ്ങ് നടത്താം. മോള് പോയി അതിന് എത്തണ്ട. ഇല്ല മോളെ, എന്ത് വന്നാലും ഞാൻ നിന്റെ അച്ഛനോട് വിശ്വാസവഞ്ചന കാണിക്കില്ല. ആ മോതിരം ഞാൻ എടുത്തു തരില്ല. അമ്മേ, അമ്മാവിന്റെയും രാജേട്ടന്റെയും തെറ്റിദ്ധാരണ മാറ്റാൻ ഈ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഈ അവസരത്തിൽ അമ്മ എന്നെ സഹായിച്ചില്ലെങ്കിൽ അച്ഛൻ അറിയാതെ ആ മോതിരം എടുത്തു തരുന്നത് ശരിയാണോ മോളെ? അച്ഛൻ അറിയണ്ടമ്മേ. കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് ഞാൻ ആ മോതിരം കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരാം. മോളെ, അമ്മേ, എന്നെ കൈവെടിയരുതേ. ശരി, അച്ഛൻ ഉറങ്ങുമ്പോ ഞാൻ ആ മോതിരം എടുത്തു തരാം. മോളെ മോതിരം, വേഗം പോയിട്ട് വാ. ശരി അമ്മേ. ഇതാ അമ്മവാ. ഇതിലെവിടെയാടി പെണ്ണെ ഭൂതം ഇരിക്കുന്നത്? അച്ഛനോട് വേലയൊന്നും ഉറക്കരുത്. അമ്മവാ, ആ മോതിരത്തിൽ ഒന്ന് ചുംബിച്ചാൽ മതി, ഉടനെ ഭൂതം വരും. അത് ശരി, എന്നാലൊന്ന് കാണാമല്ലോ. പേടിക്കണ്ട. ഈ നിമിഷം മുതൽ ഞാൻ അങ്ങ് ഒരു അടിമയാണ്. ആജ്ഞാപിച്ചാലും. നേരോ? ചേടാ, കൊള്ളാമല്ലോ. ആട്ടെ, നിന്നെ കൊണ്ട് എന്തെല്ലാം സാധിക്കും? അങ്ങേക്ക് എന്ത് വേണമെന്ന് പറയൂ. കേശവനെയും കുടുംബത്തെയും കൊട്ടാരത്തിൽ നിറക്കി
പഴയതുപോലെ ദരിദ്രവാസികളാക്കണം. അയ്യോ, അയാളൊരു പാവമല്ലേ? നീ എന്റെ അടിമയാണ്. ഞാൻ പറയുന്നത് നീ അനുസരിച്ചാ മതി. അങ്ങയുടെ ഇഷ്ടം. ഞങ്ങളെ ഇങ്ങനെ ചതിക്കരുതായിരുന്നു. കടന്നുകൂടി എന്റെ മോടെ കണ്ണീര് കണ്ടപ്പോ ഞാൻ എല്ലാം മറന്നുപോയി. അവക്ക് വേണ്ടിയാണ് ഞാൻ ആ മോതിരം എടുത്തു കൊടുത്തത്. നിങ്ങൾ എന്നെ തല്ലുവോ കൊല്ലുവോ എന്ത് വേണോ അങ്ങനെ ചെയ്തു. പോയത് പോട്ടടിച്ചില്ല. നമുക്ക് വിദ്യല്ലാന്ന് വിചാരിച്ചാൽ മതി. എനിക്ക് അതിലല്ല സങ്കടം. എന്റെ കൂട്ടുകാരൻ എനിക്ക് നഷ്ടപ്പെട്ടു. ഇനി ഒരിക്കലും അദ്ദേഹത്തെ കാണാനൊക്കില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ എന്റെ മനസ്സ് പഠിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യും? കഞ്ഞി വെക്കാൻ 1 മണി അരി പോലും ഇല്ലല്ലോ. നിങ്ങൾ വട്ടിയെടുക്ക. അമ്മേ, അമ്മേ, മോതിരം അമ്മാവൻ തട്ടിയെടുത്തു. 1 നിമിഷം കൊണ്ട് കൊട്ടാരം നമുക്ക് നഷ്ടപ്പെട്ടപ്പോഴേ അത് മനസ്സിലായി മോളെ. എന്റെ വാക്ക് കേട്ടാണ് അമ്മ അത് ഉരുത്തുന്നത്. അമ്മാവൻ നമ്മളെ ചതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല അമ്മേ. അവരോട് ദൈവം ചോദിച്ചോളൂ. നീ എന്തിനാ ഈ വട്ടി മറച്ചു പിടിച്ചിരിക്കുന്നത്? ഇങ്ങോട്ട് തരാൻ. കേശവ, വേറെ കഞ്ഞി വെച്ചിട്ടില്ലെന്നുള്ള കാര്യം ഞമ്മക്കറിയാം. ഞമ്മളും ഈ മാടവും ഉള്ള കാലത്തോളം നിങ്ങൾ പട്ടിണി കിടക്കത്തില്ല. മുതലാളി, ഞമ്മൾ അന്നേ പറഞ്ഞില്ലേ കേശവ, ഇതൊന്നും നിലനിൽക്കത്തില്ലെന്ന്. വിയർപ്പിന്റെ ഉപ്പിയർത്ത് കുടിക്കുന്ന കഞ്ഞിക്ക് രുചി കാണും. മുതലാളി പറഞ്ഞതിന്റെ പൊരുള് ഇപ്പോഴെനിക്ക് മനസ്സിലായി. ഭാഗ്യത്തിന്റെ പകിട്ടിൽ ഞാൻ ഇങ്ങനെ മയങ്ങിപ്പോയി. നീ എന്നെങ്കിലും തിരിച്ചു വരുമെന്ന് ഞമ്മക്കറിയാമായിരുന്നു. പണ്ടത്തെ വല ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. എടാ എണ്ണം കിട്ടവനെ, നീ എന്താണ് ഈ പടിക്കറി കുത്തിരിക്കുന്നത്? ആ സിംഹാസനത്തിനൊപ്പം കയറിയിടാ. ഈ കൊട്ടാരം എല്ലാം നമ്മുടെതാണ്. ഇവിടെ നിന്നിട്ട് എനിക്ക് ശ്വാസം മുട്ടുന്ന വെച്ചാ അത് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നോണ്ടാകട്ടെ മോനെ. 2 ദിവസം കഴിയുമ്പോ അതൊക്കെ മാറും. എടാ മോനെ, നമ്മൾ ആലോചിച്ച കല്യാണമൊന്നും നടക്കരുത്. നന്നായി. അതെന്താ? നീ ഏതെങ്കിലും കൊട്ടാരത്തിൽ പെണ്ണിനെ എടുക്കാവിടാ. അല്ല കിളി പോലത്തെ റാണിയ. എന്തൊക്കെ സംഭവിച്ചാലും ശരി, അമ്പിളിയല്ലാതെ മറ്റാരെയും ഞാൻ വിവാഹം കഴിക്കുന്നു. അവിടുത്തെ ദാസൻ ആജ്ഞാപിച്ചാലും എന്റെ മകന്റെ മനസ്സിൽ നിന്നും അമ്പിളിയെ കുറിച്ചുള്ള ചിന്തകൾ പോലും മാറണം. ക്ഷമിക്കണം. മനസ്സിന്റെ ഉടയവൻ പടച്ചവനാണ്. അതിൽ തുളാനുള്ള കഴിവ് എനിക്കില്ല. അവന്റെ മനസ്സ് മാറാൻ എന്താണൊരു വഴി? സുന്ദരികളായ സ്ത്രീകളെ കൊണ്ട് ഒരു അന്തഃപുരം നിർമ്മിക്കൂ. അവർ അവന്റെ മുന്നിൽ മതാനസുകളെ പോലെ ആടുകയും പാടുകയും ചെയ്യട്ടെ. Bismi Vaismi Ya Khuda Kudrat Ho. മോഹങ്ങൾ മദാലസം സ്വപ്നങ്ങൾ മനോഹരം മനസ്സിലെ മധുമതി നിറഞ്ഞു സിരകളിൽ ഞാനും നീയും മിന്നിത്തെളിഞ്ഞു സ്മരണയിൽ ഭൂമിയിൽ സ്വർഗങ്ങൾ തീർക്കുവാൻ പോരു നീ മോഹങ്ങൾ മദാലസം മനസ്സിലെ മധുമതി നിറഞ്ഞു സിരകളിൽ ഞാനും നീയും മിന്നിത്തെളിഞ്ഞു സ്മരണയിൽ ഭൂമിയിൽ സ്വർഗങ്ങൾ തീർക്കുവാൻ
തീർക്കുവാൻ പോരു നീ. കാറ്റിൽ ഉലയും പനിനീ മുകുളം കൺമണി ഓർമ്മിക്കുന്നു. കടാക്ഷമുനയുടെ സുഖമുള്ള നൊമ്പരം കാമിനി അറിയുന്നു. തുടർന്നു രാഗവിലാസം ഉണർന്നു രാസവികാരം. മോഹങ്ങൾ മദാലസം മനസ്സിലെ മധുമതി നിറഞ്ഞു സിരകളിൽ. ഞാനും നീയും മിന്നിത്തെളിഞ്ഞു സ്മരണയിൽ. ഭൂമിയിൽ സ്വർഗങ്ങൾ തീർക്കുവാൻ പോരു നീ. മറവി മനുഷ്യൻ അനുഗ്രഹമാകാം, മരിച്ചാലും മറക്കില്ല നിന്നെ. ഹൃദയത്തിൽ ഒരുങ്ങും ചന്ദന ശില്പമേ സർവസ്വമല്ലോ നീ. തുടർന്നു രാഗവിലാസം ഉണർന്നു രാസവികാരം. മോഹങ്ങൾ മദാലസം സ്വപ്നങ്ങൾ മനോഹരം. മനസ്സിലെ മധുമതി നിറഞ്ഞു സിരകളിൽ. ഞാനും നീയും മിന്നിത്തെളിഞ്ഞു സ്മരണയിൽ. ഭൂമിയിൽ സ്വർഗങ്ങൾ തീർക്കുവാൻ പോരു നീ. വേറെ പോകുന്നത് അമ്പിളിയുടെ വീട്ടിലേക്ക്. ഒരുമാതിരി അച്ഛനെ സ്വഭാവം കാണിക്കരുത്. നിനക്ക് എന്താണ് കുറവുള്ളത്? അച്ഛൻ അനീതിനെ വേണ്ടി അമ്മ എടുത്തു. 5-6 കാറ്റുണ്ടാക്കിയോടെ അനീതി. ഇടാ മഴവെള്ളത്തിൽ ഊത്ത കയറി വരുമ്പോൾ വേണം വീശാൻ. വീശിക്കോ, അച്ഛൻ ഇഷ്ടം പോലെ വീശിക്കോ. പക്ഷെ പാപത്തിന്റെ കട പറഞ്ഞ ഈ സ്വത്ത് എനിക്ക് വേണ്ട, ഞാൻ പോകും. നീ പോകണം. എങ്കിലും എനിക്കൊന്ന് കാണണമല്ലോ. അച്ഛനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഇത്രയും കാലം ഞാൻ അച്ഛനെ അനുസരിച്ചു, ബഹുമാനിച്ചു. പക്ഷെ ഞാൻ ഭീരുവാണെന്ന് അച്ഛൻ ധരിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ തെറ്റിപ്പോയി. നീ വയ്ക്കോ, നിന്റെ തന്തയുടെ തിരിച്ചുകൊണ്ടതാണോ എനിക്കറിയാം. തേങ്ങ അവൻ പോരാണ്ടില്ലേ? അവന്റെ മനസ്സ് മാറ്റി കൊടുക്കണ്ടോ? ക്ഷമിക്കണം, മനുഷ്യന്റെ മനസ്സ് മാറ്റാൻ പടച്ചവനെ കഴിയൂ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല. താൻ പിന്നെ എന്ത് കൊലപ്പിക്കാൻ അവിടെ ഇവിടെ നിൽക്കുന്നത്? ഞാൻ അങ്ങയുടെ മകന്റെ വല്ല പട്ടിയോ പൂച്ചയോ കഴുതയോ എന്ത് വേണമെങ്കിലും ആക്കിത്തരാം.